സംഖ്യാപുസ്തകം 15-ാം അധ്യായം. ഇന്ന് പോലെ ചിലത് നടക്കും. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 27, 28, 29, then finally 41. സ്തോത്രം. സംഖ്യാപുസ്തകം 37 നമുക്ക് ഒരുമിച്ച് വായിക്കാമോ? വീട്ടിൽ കുട്ടികളെ വഴക്ക് പറയുന്ന അതേ പഞ്ചിൽ, അതേ ശബ്ദത്തിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ, മറ്റേ വഴക്കിന്റെ ഭാഷയിലല്ല, സ്നേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് ശബ്ദമുയർത്തി ഒരുമിച്ച് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അവർ തലമുറ തലമുറയായി വസ്ത്രത്തിന്റെ കോൺ തലയ്ക്കൽ പൊടിപ്പ് ഉണ്ടാക്കുകയും കോൺ തലയ്ക്ക് പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകം ആയിരിക്കണം. നിങ്ങൾ എൻ്റെ സകല കൽപ്പനകൾ ഓർത്ത് അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കേണ്ടതിന് തന്നെ, നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ. ഒരിക്കൽ കൂടെ അതിൻ്റെ 39-ാം വാക്യം. സ്തോത്രം. അതെ, നിങ്ങൾ നോക്കുമ്പോൾ വേഴ്സസ് 39 as well as 40, 39, 40 വാക്യങ്ങൾ. ഒരിക്കൽ കൂടെ, നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകൾ ഓർത്ത് അനുസരിക്കേണ്ടതിന് നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു വസ്ത്രത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്. ആ വസ്ത്രത്തിന്റെ സ്തോത്രം അറ്റത്ത് പൊടിപ്പ്, സ്തോത്രം, പൊടിപ്പ് ജ്ഞാപകം ആയിരിക്കണം. നിങ്ങൾ സകല കൽപ്പനകളും ഓർത്ത് അനുസരിച്ച് ദൈവത്തിന് വിശുദ്ധരായിരിക്കേണ്ടത് തന്നെ. നിങ്ങൾ പരസംഗത്തിലേക്ക് പോകരുത്. നിങ്ങൾ വിശുദ്ധ ജനമായിരിക്കണം. ഒന്ന്, പരസംഗത്തിലേക്ക് പോകരുത്. 2, വിശുദ്ധ ജനമായിരിക്കണം. നമ്പർ 3, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. അതിനുവേണ്ടി ഒരു വസ്ത്രത്തെ നിങ്ങൾ നെയ്യണം. ദൈവം ഇതാ, the architect of ages, he was designing a piece of cloth. ദൈവമായ കർത്താവ് ഒരു വസ്ത്രത്തെ ഇതാ ഡിസൈൻ ചെയ്ത് തന്റെ ജനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. സ്തോത്രം. ദൈവം ചരിത്രങ്ങളെ മെനയുന്നവനാണ്. ദൈവം ചരിത്രങ്ങളെ മെനയുന്നവനാണ്. ഹലോ, ദൈവം പ്രകൃതിയും പ്രപഞ്ചത്തെയും ഡിസൈൻ ചെയ്തവനാണ്. ഐ എം സോറി, ദൈവം നിങ്ങളെയും മെനയുന്നവനാണ്. അനുഗ്രഹത്തിന്റെ ഭാവിയെ ദൈവം മെനയുന്നവനാണ്. അത് പ്രാപിപ്പാൻ തകവണ് കർത്താവ് പറയുന്ന ഒരു വസ്ത്രത്തെ ഇതാ ഉണ്ടാക്കണം. സംഖ്യാപുസ്തകം 15, 37, 41 നിന്ന് നമുക്ക് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 29 വരെ, then 41-ാം വാക്യം. 27, 28, 29 പുതിയ നിയമം. സ്തോത്രം. എല്ലാ ദൂതിൻ്റെ കൺക്ലൂഷൻ പുതിയ നിയമമാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. കമോൺ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. ഒരിക്കൽ കൂടെ, ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. ഒരിക്കൽ കൂടെ, ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രമാനം കേട്ട് അവന്റെ 28-ാം വാക്യം, അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. പുറകിൽ വന്ന് ആക്രമിച്ചു എന്നല്ല, പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. 29-ാം വാക്യം. ക്ഷണത്തിൽ, എല്ലാവരും പറഞ്ഞാട്ടെ, 6 മാസം കഴിഞ്ഞിട്ടല്ല, പിന്നെ എപ്പോഴാണ്? 3 ആഴ്ച കഴിഞ്ഞിട്ടല്ല. എല്ലാവരും പറഞ്ഞാട്ടെ, എപ്പോഴാണ്? ക്ഷണത്തിൽ, പെട്ടെന്ന്. ദാറ്റ് മീൻസ് സ്ട്രൈറ്റ് അവേ. എല്ലാവരും പറഞ്ഞാട്ടെ, ക്ഷണത്തിൽ, അല്ലെങ്കിൽ സഡൻലി, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി. ഞാൻ ഇന്ന് സ്തോത്രം ദൈവകൃപയാൽ നിങ്ങൾ നോക്കി പറയട്ടെ, ജൂണിൽ ക്ഷണത്തിൽ ചിലത് നിങ്ങൾക്കായി കർത്താവ് കരുതിയിട്ടുണ്ട്. ജൂൺ മാസത്തിൽ ക്ഷണത്തിൽ, ഞൊടി നേരത്തിൽ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ പോകുകയാണ്. ജൂൺ 6-ാം മാസത്തിൽ ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അടുത്ത വാക്യം 30-ാം വാക്യം. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. പഴയ നിയമത്തിൽ ഡിസൈൻ ചെയ്ത അതെ, എൻ്റെ വസ്ത്രം തൊട്ടത് ആർ
എന്ന് ചോദിച്ചു. പിടികിട്ടിയില്ല. അല്പം കഴിയുമ്പോൾ മനസ്സിലാവും. സ്തോത്രം. പഴയ നിയമത്തിൽ മോശയ്ക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തതായ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. 41 വാക്യത്തിലേക്ക് വന്നാണ്. മർക്കോസ് വിശേഷം 5-ാം അധ്യായം 41-ാം വാക്യം. ബാലേ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത കുമി എന്ന് അവളോട് പറഞ്ഞു. തലീത കുമി എന്ന് അവളോട് പറഞ്ഞു. തലീത കുമി. ഇന്ന് പകൽ നാം കേൾക്കുന്നതായ ഈ ദൂതിന്റെ തലക്കെട്ട് ഇതാണ്. തലീത കുമി. തലീത കുമി. തലീത കുമി. ബാലെ എഴുന്നേൽക്കുക. എനിക്ക് ബെറ്റർ വേർഷൻ ആണ് ഇന്ന് പകൽ നിങ്ങൾ നോക്കി പറവാനുള്ളത്. സ്തോത്രം. കുടുംബങ്ങളെ എഴുന്നേൽക്കാം. പിതാവേ എഴുന്നേൽക്കാം. മക്കളെ എഴുന്നേൽക്കാം. സെക്കൻഡ് ജനറേഷൻ എന്ന് പകൽ പ്രാർത്ഥിച്ചിരുന്നാട്ടെ. സ്തോത്രം. തലീത കുമി. കുറച്ചുകൂടെ ബെറ്റർ ആയി പറഞ്ഞാൽ ട്രിവാൻഡ്രമേ എഴുന്നേൽക്കാം. കേരളമേ പറ എഴുന്നേൽക്കാം. സ്തോത്രം. സെക്കൻഡ് വേവോ തേർഡ് വേവോ എനിക്കറിയത്തില്ല. ഇന്ന് പകൽ രാജാതി രാജാവ് ഭാരതത്തെ നോക്കി വിളിച്ചു പറയട്ടെ, ഭാരതമേ. ഒരിക്കൽ കൂടെ ഭാരതമേ, ഭാരതമേ, മാനവജാതിയെ എഴുന്നേൽക്കാം. ബിക്കോസ് ഹി ഈസ് അവർ റിസറക്ഷൻ ആൻഡ് ലൈഫ്. അവൻ നമ്മുടെ പുനരുദ്ധാനവും ജീവനും മാത്രമേ. സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവൻ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവം മുഖാന്തരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. ഒരു മോശയുണ്ടെങ്കിൽ ഒഴിഞ്ഞ കൈയോടെയല്ല, അവന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഒരു എലീശയുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഒരു പുതപ്പുണ്ട്. ശിംശോൻ ശക്തനാണെങ്കിലും അവന്റെ കയ്യിൽ സ്തോത്രം കഴുതയുടെ പച്ച താടിയലുണ്ട്. സ്തോത്രം. അതെ, സെരുബ്ബാബേലാണെങ്കിൽ അവന്റെ കയ്യിൽ ഒരു തൂക്ക് കട്ട ഉണ്ട്. ദാവീദാണെങ്കിൽ അവന്റെ കയ്യിൽ കവണയും 5 കല്ലും ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ബാലനാണോ, അവന്റെ കയ്യിൽ 5 അപ്പവും ബാക്കി പറ 2 മീനും ഉണ്ട്. പത്രോസാണോ, അവനൊരു നിഴലുണ്ട്. പൗലൂസാണോ, അവനൊരു ഹാൻഡ് കർച്ചീഫ് ഉണ്ട്. സ്തോത്രം. മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവനാണ് ദൈവം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജീവനില്ലാത്ത കല്ലുകൊണ്ട് ഒരു മല്ലനെ വീഴ്ത്താൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഉണങ്ങിയ വടി കൊണ്ട് മഹാസമുദ്രത്തെ വിഭാഗിച്ച് ഹൈവേ ഒരുക്കാൻ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ, കല്ലിനും കമ്പിനും അത്ര ശക്തി, കല്ലിലൂടെ കമ്പിലൂടെ അത്ര ശക്തി വെളിപ്പെട്ടു എങ്കിൽ, രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന നിന്നിലൂടെ എന്നിലൂടെ എത്ര വലിയ ശക്തിയായിരിക്കും ഈ തലമുറയിൽ വ്യാപരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവനായ കർത്താവ്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം. അതെ, മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവനായ കർത്താവ് 4000 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ വെച്ച് ഇതാ മോശയ്ക്ക് സമാഗമന കൂടാരവും അതോടൊപ്പം അതിന്റെ ഉപകരണങ്ങളും മാത്രമല്ല ഡിസൈൻ ചെയ്തത്. പുരോഹിത വസ്ത്രവും മഹാപുരോഹിതന്റെ വസ്ത്രം മാത്രമല്ല ദൈവം ഡിസൈൻ ചെയ്തത്. ഞാൻ പറയട്ടെ, ഏറ്റവും നല്ല ഡിസൈനർ എന്ന് പറയുന്നത് ശരീരം, സ്തോത്രം. അതെ, നാട്ടുകാരെ കാണിക്കുന്ന ഫാഷൻ ഡിസൈനർ അല്ല. ഏറ്റവും നല്ല ഡിസൈനർ എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന ശരീരത്തെ മറച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ പറയുന്ന വിശുദ്ധനായ സർവശക്തനായ ദൈവമാണ് ദൈവം. സ്തോത്രം. അതെ, നഗ്നത വെളിപ്പെടുത്തുന്നവനല്ല, ദൈവം നഗ്നത മറയ്ക്കുന്നവനാണ്. വേദപുസ്തകത്തിന്റെ ആരംഭത്തെ പാരഗ്രാഫുകളിൽ തന്നെ സ്തോത്രം, പാപം ചെയ്ത് തേജസ്സിന്റെ വസ്ത്രം മാറിയതായ മനുഷ്യനെ നോക്കി ഏദൻ തോട്ടത്തിന്റെ വാതിക്കൽ നിന്ന് ഷേം ഷേം എന്ന് പറഞ്ഞ് പരിഹസിപ്പാൻ കാത്തു നിന്നതായ സാത്താന്റെ വായെ അടയ്ക്കുവാൻ ദൈവം ഒരു മൃഗത്തെ എടുത്തു. ഒറിജിനൽ ട്രാൻസ്ലേഷൻ പറയുന്നു, യുനാനി ബൈബിൾ പറയുന്നു, അതൊരു ആടായിരുന്നു. ആ ആടിനെ എടുത്ത് ദൈവമായ കർത്താവ് അതിനെ കൊല്ലുകയാണ്. യുഗങ്ങളുടെ ആരംഭത്തിൽ തന്നെ ഒരു ആടിന്റെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. യുഗങ്ങളുടെ അന്ത്യമായി തന്നെ ഇതാ യുഗങ്ങളുടെ അവസാനമായി അങ്ങ് ദൂരെ നിത്യതയിലും ഒരു കുഞ്ഞാടിനായിട്ടുള്ള ആരാധന നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഞാൻ പറഞ്ഞത്, യുഗങ്ങളുടെ ആരംഭത്തിലും കുഞ്ഞാട്, യുഗങ്ങളുടെ അവസാനത്തിലും കുഞ്ഞാട്, നിങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭത്തിലും കുഞ്ഞാട്, നിങ്ങളുടെ അവസാനത്തിലും കുഞ്ഞാട്. അവൻ നിങ്ങളുടെ ആൽഫയാണ്, അവൻ നിങ്ങളുടെ ഒമേഗയാണ്, അവൻ നിങ്ങളുടെ ആരംഭമാണ്, അവൻ നിങ്ങളുടെ അവസാനമാണ്. ഓ ലാംബ് ഓഫ്
God who slain before the foundation of the earth. അതേ ലോക സ്ഥാപനത്തിന് മുൻപേ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതായ ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവമായി കർത്താവ് നഗ്നത വെളിപ്പെടുത്തുന്നവനല്ല. ഒരാടിനെ കൊന്നതിന്റെ തോലിനെ എടുത്ത് ആദാമിന്റെ ശരീരത്തെ മറച്ച് നഗ്നത മറച്ച് ദൈവമായ കർത്താവ് സ്തോത്രം അവനെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൂത് പരിഹസിപ്പാൻ കാത്തിരിക്കുന്ന ശത്രുവിന്റെ വായെ ദൈവം അടയ്ക്കുന്നു. ഈ മണിക്കൂറുകളിൽ, ഈ ആഴ്ചകളിൽ നീ അനുഭവിപ്പാൻ പോകുന്ന ഒരു ദൂത് ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിച്ചു പറയട്ടെ. നിനക്കെതിരെ സംസാരിക്കുന്ന, നിന്നെ പരിഹസിപ്പാൻ ജീവിതത്തിന്റെ ജംഗ്ഷനിൽ കാത്തിരിക്കുന്നതായ ശത്രുവിന്റെ വായെ ദൈവം എന്നേക്കുമായി, താൽക്കാലികമായിട്ടല്ല, എന്നേക്കുമായി ദൈവമായ കർത്താവ് അടയ്ക്കുവാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കാരണം ദൈവം വസ്ത്രം അടിക്കുന്നവനല്ല. യെശയ്യാവ് കാണുകയാണ്, കർത്താവ് തേജസ്സിന്റെ വസ്ത്രത്തെ വാരി പുതച്ചുകൊണ്ട് സ്വർഗത്തിൽ സ്തോത്രം വസിക്കുകയാണ്. ഒരിക്കൽ കൂടെ തേജസ്സിന്റെ വസ്ത്രം വാരി പുതച്ചുകൊണ്ട് കർത്താവ് സ്തോത്രം സ്വർഗത്തിൽ വസിക്കുകയാണ്. സ്തോത്രം അതേ ദൈവം തന്നെ കൽപ്പനകളെ, വിധികളെ, ചട്ടങ്ങളെ, പ്രമാണങ്ങളെ മരുഭൂമിയിൽ തന്റെ ജനത്തിന് വേണ്ടി നൽകുമ്പോൾ തിരുവചനം പറയുന്നു, സ്തോത്രം നീ വിശുദ്ധിയിൽ നടക്കുവാനായി 613 കൽപ്പനകളുണ്ടല്ലോ. ആ കൽപ്പനകൾ സ്തോത്രം നീ അനുസരിപ്പാനായി, നീ പരസംഗം ചെയ്യാതിരിപ്പാനായി ഒരു സ്തോത്രം വസ്ത്രത്തെ ദൈവമായ കർത്താവ് ഇതാ ഡിസൈൻ ചെയ്യട്ടെ. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പ്രയർ ഷാൾ. എന്നാൽ സ്തോത്രം അതിന്റെ മറ്റൊരു പേരാണ് തലീദ്. തലീദ് എന്ന് പറഞ്ഞാൽ പ്രയർ ഷാൾ. തലീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രയർ ഷാൾ. ഈ ദൂതിന്റെ തലക്കെട്ട് ഓർക്കണമേ, തലീത്ത കുമേ. രണ്ടും സെയിം ആണ്. ഞാൻ പിന്നാലെ പറയും. തലീദ് സ്തോത്രം ഉണ്ടാക്കണം. അതിന്റെ അറ്റത്ത് വേദപുസ്തകം പറയുന്നു, നീല ചരട് നീ ഉണ്ടാക്കണം. അതിന്റെ 38 വാക്യം വായിക്കുമ്പോൾ സംഖ്യാപുസ്തകം 15 സ്തോത്രം 38, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ അവർ തലമുറയായി വസ്ത്രത്തിന്റെ കോൺതലയ്ക്ക് പൊടിപ്പുണ്ടാക്കണം. വിച്ച് ഇസ് ദിസ്? ഇതാണത്. പൊടിപ്പ് ഉണ്ടാക്കണം. കോൺതലക്കിൽ പൊടിപ്പിൽ നീല ചരട് കെട്ടേണം. അടുത്ത വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ സകല കൽപ്പനകൾ അനുസരിക്കേണ്ടത് വേണ്ടി ഈ സ്തോത്രം അതെ പ്രയർ ഷാളിന്റെ, ഈ തലീദിന്റെ സ്തോത്രം അതെ ഈ കോണുകൾ ഇങ്ങനെ പിടിക്കുമ്പോൾ 613 കൽപ്പന അനുസരിപ്പാൻ സ്തോത്രം ഇത് ധരിക്കുന്ന സകല യഹൂദനും ബാധ്യസ്ഥനാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നതായ സുവിശേഷം ഇസ്രായേലിന്റെ സുവിശേഷം അല്ല. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം യഹൂദന്റെ സുവിശേഷം അല്ല. പകരം ഞാൻ പ്രസംഗിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സകല മനുഷ്യനെയും സത്യ വെളിച്ചത്തിലേക്ക് നടത്തുന്ന തേജസ്സിന്റെ സുവിശേഷമാണ്. എന്നാൽ പഴയ നിയമം സ്തോത്രം അത് നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകം പറയുന്നു സ്തോത്രം 4000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തന്റെ ജനത്തോട് ഈ പ്രകാരം പറഞ്ഞു, ഈ വസ്ത്രത്തെ സ്തോത്രം നിർമ്മിക്കണം. ഇതിന് ഒരു ഊടുണ്ട്, ഇതിനൊരു പാവുണ്ട്. ഞാൻ പറഞ്ഞത് ബാലരാമപുരം കൈത്തറിയല്ല, ബാലരാമപുരം നെയ്ത്തുകാരനല്ല നിന്റെ ജീവിതത്തെ മെനയുന്നത്. ഊടും പാവും അർത്ഥം വെർട്ടിക്കലി അതെ ലംബമായി നിൽക്കുന്നതായ നൂലുകൾ, പാർശ്വമായി നിൽക്കുന്ന നൂലുകൾ. ഒരു വസ്ത്രം മെനയുവാൻ അത് ഏത് വസ്ത്രമെങ്കിലും, പ്രത്യേകിച്ച് ഈ വസ്ത്രമാണെങ്കിലും അതിന്റെ ലംബമായ നൂലുണ്ട്, അതിന് പാർശ്വമായ നൂലുണ്ട്. ദൂത് നിന്റെ ആത്മീയ ജീവിതം പണിവാൻ നിനക്ക് വെർട്ടിക്കൽ ട്രൂത്ത് ഉണ്ട്, നിനക്ക് ഹൊറിസോണ്ടൽ ട്രൂത്ത് ഉണ്ട്. മനസ്സിലായോ? ആമേൻ പറഞ്ഞേ. സ്തോത്രം. അതെ വെർട്ടിക്കൽ ട്രൂത്തും ഹൊറിസോണ്ടൽ ട്രൂത്തും അതെ ലംബമായ ദൈവിക വെളിപ്പാടുകളും പാർശ്വമായ ദൈവിക വെളിപ്പാടും കൊണ്ടാണ് ചിത്രത്തയിലുള്ള മനോഹരമായ നിന്റെ വസ്ത്രത്തെ, ജീവിത വസ്ത്രത്തെ ദൈവമായ കർത്താവ് മെനഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. നീയും ദൈവവുമായിട്ടുള്ള ബന്ധം, നീയും ദൈവവുമായിട്ടുള്ള അദൃശ്യ ബന്ധം, അതാണ് വെർട്ടിക്കൽ ആത്മീയ സത്യം. സ്തോത്രം. ലംബമായ ആത്മീയ സത്യം. നീയും ലോക്കൽ ചേർച്ചുമായി, ലോക്കൽ വിശ്വാസികളുമായിട്ടുള്ള ബന്ധം, ഈ ലോകത്തിലുള്ള നിന്റെ ജീവിത ചര്യ, അതാണ് പാർശ്വമായിട്ടുള്ള നൂല്. അതുകൊണ്ട് മനസ്സിലാക്കണമേ, ഊടും പാവുമിട്ട് നിന്റെ ജീവിതത്തെ തമ്പുരാനതാ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം പണിയുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണ്? വേദപുസ്തകത്തെ നിങ്ങൾ വായിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഏതാണ്ട് ഒരു സമയത്ത് പൊട്ടി വീണതേ അല്ല. സ്തോത്രം. മോശയുടെ കാലത്ത് ഇതുണ്ടായിരുന്നു,
തീർന്നില്ല. വീണ്ടും ചരിത്രത്തിന്റെ ഏടുകൾ മുന്നിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ തലീദ് എന്ന ഈ പ്രേയർ ഷാൾ ഡിസൈൻ ചെയ്തതായ ദൈവം വല്ല സ്ഥലത്തുമല്ല അവൻ ജനിച്ചത്. അവന് വേണമെങ്കിൽ ലോസ് ഏഞ്ചൽസിലോ മെൽബൺ ഓസ്ട്രേലിയയിലോ അതേ ബർമിംഗ്ഹാമിലോ എവിടെ വേണമെങ്കിലും യേശുവിന് ജനിക്കാമായിരുന്നു. എന്നാൽ ഏതെങ്കിലും സ്ഥലത്ത് ജനിക്കുന്നവനല്ല കർത്താവ്. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞേ. ഏതെങ്കിലും വീടിനെ രക്ഷിക്കുന്നവനല്ല കർത്താവ്. രക്ഷിക്കേണ്ടവനെ രക്ഷിക്കുന്നവനാണ് ദൈവം. തൊടേണ്ടവനെ തൊടുന്നവനാണ് ദൈവം. ജനിക്കേണ്ട ഇടത്ത് ജനിക്കുന്നവനാണ് കർത്താവ്. ഇന്ന് പകൽ നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ വെറുതെയല്ല, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് കർത്താവ് എവിടെയെങ്കിലും ജനിച്ചില്ല. അവൻ സ്തോത്രം ഇസ്രായേലിൽ അതേ അബ്രഹാമിന്റെ പാരമ്പര്യം അനുസരിച്ച് ദാവീദിന്റെ സന്തതിയായി തന്നെ അവൻ ജനിക്കുകയുണ്ടായി. ആ യഹൂദ ജനത്തിന് അവർക്കൊരു പ്രത്യേക കസ്റ്റമുണ്ട്. അവർക്ക് സംഖ്യകൾ വളരെ പ്രധാനമാണ്. ഒത്തിരി പറയാൻ കഴിയും, പക്ഷെ പെട്ടെന്ന് ഞാൻ പറയട്ടെ. 12 എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്തോത്രം അതേ സംഖ്യയാണ്. 12 എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഖ്യയാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, 12 എന്ന് പറഞ്ഞാൽ അധികാരം. പറഞ്ഞാട്ടെ, 12 എന്ന് പറഞ്ഞാൽ അധികാരം. 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 എന്ന് പറഞ്ഞാൽ അധികാരം, അല്ലെങ്കിൽ 12 എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്. സ്തോത്രം. ഞാൻ പറയുന്നത് ട്രിവാൻഡ്രത്തെ കഴിഞ്ഞ ആഴ്ച ചാർജ് എടുത്ത 5 വർഷത്തെ ഗവൺമെന്റ് അല്ല. ഞാൻ പറഞ്ഞത് ഡൽഹിയിൽ അതേ ചാർജ് എടുത്ത് ഏകദേശം ടേം തീരുവാൻ കാത്തിരിക്കുന്ന മറ്റേ ഗവൺമെന്റ് അല്ല. ലോകത്തിലുള്ള സകല ഗവൺമെന്റിനും പരിധിയുണ്ട്. ലോകത്തിലുള്ള സകല അധികാരങ്ങൾക്കും പരിധിയുണ്ട്. എന്നാൽ യേശുവിന്റെ അധികാരത്തിന് പരിധി ഇല്ല. യേശുവിന്റെ അധികാരത്തിന് പരിധിയില്ല. അവൻ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 12 എന്ന് പറയുന്നതിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അർത്ഥം സ്തോത്രം പഴയ നിയമം അനുസരിച്ച് 12 വയസ്സ് പ്രായമുള്ളതായ സകല സ്തോത്രം ആൺകുട്ടികളും പെൺകുട്ടികളും എന്നെ ശ്രദ്ധിച്ചാട്ടെ. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ 12 വയസ്സ് വരെ ആയിത്തീരുമ്പോഴാണ് ആ കുട്ടിയെ, whether it is a boy or girl, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ആ കുട്ടിയെ സ്തോത്രം ഒരു അഡൾട്ടായി അവർ അംഗീകരിക്കുന്നത്. ഒരു പ്രായപൂർത്തിയായ ഒരു കുട്ടിയായി നീ പ്രാർത്ഥിക്ക്, നീ ബൈബിൾ വായിക്ക്, നീ വേദപുസ്തകം സ്തോത്രം അതേ വചനം കാണാതെ പഠിക്ക് എന്ന് പറഞ്ഞ് നീ എന്ന് പറഞ്ഞ് അവിടെ ഉത്തരവാദിത്തം കൈമാറുന്നത് 12ാമത്തെ വയസ്സിലാണ്. അതിനൊരു പ്രത്യേക ശുശ്രൂഷയുണ്ട്. നമ്മൾ CSI പള്ളികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഈവൻ മാർത്തോമ പള്ളികളിലേക്ക് കടന്നു പോകുമ്പോൾ സ്തോത്രം ടീനേജ് ബോയ്സ് ആൻഡ് ഗേൾസിന് ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നതായ ഒരു പ്രത്യേക സ്തോത്രം ചടങ്ങ് പാരമ്പര്യ പ്രകാരമുണ്ട്. കൺഫർമേഷൻ, that means ചെറുപ്പത്തിൽ അവരെ സ്നാനപ്പെടുത്തിയതാണ് സ്തോത്രം. എന്നാൽ ഇപ്പോൾ അവർ ഗ്രോണപ്പായി നന്മ തിന്മകളെ അവർ തിരിച്ചറിയാറായി. ഇനി അവർ ദൈവത്തിന്റെ വഴിയിൽ നടക്കണമെന്നാണ് അവിടെ വ്യർത്ഥ പാരമ്പര്യം പറയുന്നത്. എന്നാൽ ബൈബിൾ അങ്ങനെ ഒരു ചരിത്രമില്ല. എന്നാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് 12ാമത്തെ വയസ്സാകുമ്പോൾ ആ ആൺകുട്ടിയെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവന്റെ തലയിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ഒരു പ്രത്യേക ആകൃതിയിൽ കെട്ടി ആ ചരട് കയ്യിലും കോർത്തു വെച്ച് അവനെ സ്തോത്രം 12 വയസ്സ് പ്രായമുള്ളതായ ആ ആൺകുട്ടിയെ സ്തോത്രം ഇതുപോലെയുള്ളതായ പ്രേയർ ഷാളിനാൽ ആ പുരോഹിതൻ സ്തോത്രം മറയ്ക്ക്. ഇതുപോലെയുള്ള പ്രേയർ ഷാളിനാൽ 12 വയസ്സിൽ ഉള്ളതായ ആ കുട്ടിയെ സ്തോത്രം മറച്ചിരുത്തും. അതെ, അവനെ പൊതിഞ്ഞിരുത്തും. 12 വയസ്സ് പ്രായമുള്ളതായ ആ ആൺകുട്ടിയെ മറച്ചിരുത്തുന്നതായ ആ പ്രത്യേക ശുശ്രൂഷയുടെ പേരാണ് സ്തോത്രം ബാർ മിസ്വാ. ബാർ മിസ്വാ, BARMITZVAH. ഒരിക്കൽ കൂടെ BAR സ്പേസ് MITZVAH, ബാർ മിസ്വാ. ഈ ബാർ മിസ്വാ എന്ന് പറയുന്നത് സ്തോത്രം അതെ ആൺകുട്ടിക്കെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ ആ സെറമണിക്ക് പേര്, പെൺകുട്ടികളെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് പേര് ബാറ്റ് മിസ്വാ. BAR ആൺകുട്ടികൾക്ക്, BAT സ്തോത്രം പെൺകുട്ടികൾക്ക്. 12 വയസ്സ് മുതൽ ആ കുട്ടികൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിലല്ല നിങ്ങൾക്ക് അവരെ കാണുവാൻ കഴിയുന്നത്. 12 വയസ്സ് കഴിഞ്ഞാൽ അവർ വീഡിയോ ഗെയിമിലല്ല ഉടക്കി കിടക്കുന്നത്. 12 വയസ്സ് കഴിഞ്ഞാൽ അവർ പോർണോഗ്രാഫിയിലോ റോങ് റിലേഷൻഷിപ്പിലോ അല്ല അവർ സ്തോത്രം കുടുങ്ങിക്കിടക്കുന്നത്. ഇന്ന് യഹൂദ ജനത IT പ്രൊഫഷണൽസ്, IT ഫീൽഡ് ആകട്ടെ, മെഡിക്കൽ ഗ്രൗണ്ട് ആകട്ടെ, ബിസിനസ്സുകളാകട്ടെ, സകലതരം സ്തോത്രം അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ബാർ
ബാലം നടക്കേണ്ട വഴിയിൽ അവരെ അഭ്യസിപ്പിച്ചത് കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ ഈ തലമുറകൾക്ക് ബാലം നടക്കേണ്ട വഴിയിൽ അവരെ അഭ്യസിപ്പിച്ചത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, സ്തോത്രം. മക്കളെ സൺഡേ സ്കൂളിൽ നയിക്കാത്ത, മക്കളെ ദൈവകൃപയിൽ അടുപ്പിക്കാത്ത, മക്കളെ ലോക്കൽ ചർച്ചുമായി കണക്ട് ചെയ്യേണ്ട മാതാപിതാക്കൾ, ഒരു വാർണിംഗ് ഞാൻ പറയട്ടെ, നിങ്ങൾ വല്ലാതെ കരയേണ്ടി വരും. നിങ്ങൾ വല്ലാതെ കരയേണ്ടി വരും. നീ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ അധ്യാപകനല്ല കുട്ടിയെ വളർത്തേണ്ടത്, ബന്ധുക്കളല്ല കുട്ടിയെ വളർത്തേണ്ടത്. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിന്റെ ദൈവമാണ് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് വളർത്തേണ്ടത്. ആ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ മാതാപിതാക്കൾ കണ്ടിട്ടില്ലാത്ത മഹത്വം ആ തലമുറ കാണുവാൻ തക്കോണം. വല്ലവന്റെ വഴിയിൽ, വല്ലവളുടെ വഴിയിലെല്ലാം നിന്റെ തലമുറ അതേ വളരേണ്ടത്. അവർ ദൈവത്തിന്റെ വഴിയിലാണ്, അവർ ദൈവകൃപയാൽ വളരേണ്ടത്. യേശു കർത്താവിൽ അത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തിരുവചനം പറയുന്നു, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ളതായ സ്തോത്രം 11 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, ഇതാ സ്തോത്രം 12-ാമത്തെ വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ ബാർ മിസ്വാ സ്തോത്രം സെറിമണിക്ക് ശേഷം, ആ ശുശ്രൂഷയ്ക്ക് ശേഷം യേശു കർത്താവ് ഇരിക്കുകയാണ്. 12 വയസ്സ് പ്രായമുള്ളതായ യേശു കർത്താവിനെ എക്സാക്ട്ലി ഇതേപോലെയുള്ള പ്രേയർ ഷാൾ പൊതിഞ്ഞ് സ്തോത്രം അവന്റെ തലയിൽ വചനം വെച്ച് കെട്ടി അതേ ആ പ്രത്യേക ശുശ്രൂഷയിലേക്ക് അവർ നയിച്ച്, യേശു കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് മറിയയും കൂട്ടരും അതേ നാസറേത്തിലേക്ക് മടങ്ങി. സ്തോത്രം. യേശു കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഇന്നും ചില മന്ദബുദ്ധികൾ വിചാരിക്കുന്നു പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഇന്നും പലർ പറയുന്നു പ്രവചനം കൂടെയുണ്ട്. ഇന്നും പലർ പറയുന്നു ആത്മീയം കൂടെയുണ്ട്. പക്ഷേ നീ മനസ്സിലാക്കേണ്ട കാര്യം, നീ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, സ്തോത്രം, പിശാച് കയറുന്നത് അറിയത്തില്ല, പരിശുദ്ധാത്മാവ് പോകുന്നതും അറിയത്തില്ല. ഒരിക്കൽ കൂടെ, പിശാച് കയറുന്നതും അറിയത്തില്ല, പരിശുദ്ധാത്മാവ് പോകുന്നതും അറിയത്തില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കളയാൻ എളുപ്പം, ശുശ്രൂഷ കളയാൻ എളുപ്പം, ദൈവകൃപ കളയാൻ എളുപ്പം, അത് കൊണ്ട് നടക്കാൻ വളരെ പ്രയാസം. മറിയയ്ക്ക് സ്തോത്രം യേശുവിനെ കൈമോശം വന്നു. ഒരു ദിവസം അവൾ റിയലൈസ് ചെയ്തു, കൂടെ ഉള്ളവരോട് കൂടെ സ്തോത്രം മറിയയില്ല. ഇന്ന് വളരെ വിനീതമായി ഞാൻ പറയട്ടെ, ഇന്ന് ആരോട് ഈ പ്രകാരം പറയുന്നുണ്ട്, അയ്യോ മാതാവേ കാത്തോളണേ, അയ്യോ മാതാവേ കാത്തോളണേ, അയ്യോ മറിയ മാതാവേ കാത്തോളണമേ. ബ്രദർ സുരേഷ് ബാബു തിരുവനന്തപുരം മലയാളത്തിൽ ഇങ്ങനെ ചോദിക്കട്ടെ, സ്വന്തം മോനെ, അതും 12 വയസ്സ് പ്രായമുള്ള സ്വന്തം മോനെ സൂക്ഷിക്കാത്ത അമ്മക്ക് എങ്ങനെയാണ് നിന്നെ സൂക്ഷിക്കാൻ കഴിയുന്നത്? പോയി. സ്തോത്രം. 12 വയസ്സ് പ്രായമുള്ളതായ സ്വന്തം മകനെ സൂക്ഷിക്കാൻ കഴിയാത്ത മറിയ മാതാവിന് എങ്ങനെയാണ് നിന്നെ സൂക്ഷിപ്പാൻ കഴിയേണ്ടത്? സ്തോത്രം. അതുകൊണ്ട് നിന്നെ സൂക്ഷിക്കേണ്ടത് സ്തോത്രം മറിയയല്ല, യോസേപ്പല്ല, അന്തോണീസ് പുരോഹിതനല്ല, ഏതെങ്കിലും പുണ്യാളനല്ല. സ്തോത്രം. നിന്നെ സൂക്ഷിക്കേണ്ടത് സർവശക്തനായ ദൈവം നിന്നെ സൂക്ഷിക്കണം. 2-ാം വേവാണോ 3-ാം വേവാണോ, പല ഫംഗസ് ആണോ, അതിനി സ്തോത്രം ബ്ലാക്ക് ഫംഗസ് ആണോ, വൈറ്റ് ആണോ, എല്ലയാണോ, ബ്ലൂ ആണോ, എന്തോ കാര്യാതി നിന്നെ തകർക്കുവാൻ കടന്നു വന്നാലും സർവശക്തനായ ദൈവം നിന്നെ സൂക്ഷിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങളെ തൊടുന്നവർ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. സഖരിയ 2:8. നിങ്ങളെ തൊടുന്നവർ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ സ്തോത്രം തൊടുന്നു. വലത് കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, സൂക്ഷിക്കണമേ കർത്താവേ, സൂക്ഷിക്കണമേ കർത്താവേ. വ്യക്തിയായി, കുടുംബമായി, സഭയായി ദൈവമായി കർത്താവ് തന്റെ ജനത്തെ ഈ നാളുകളിൽ ദൈവകൃപയാൽ സംരക്ഷിക്കപ്പെടുമാറാകട്ടെ. മറിയ കണ്ടില്ല, യേശുവിനെ കണ്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് ഡിസപ്പിയർ ആ യേശുവിനെ കാണുന്നില്ല. ഒരു ദിവസം കൊണ്ട് കൈമോശം വന്നവൻ 3-ാം ദിവസത്തിലാണ് അവനെ കണ്ടത്. 1:3. ദാറ്റ്സ് എ പ്രൊപ്പോർഷൻ. പ്രാർത്ഥനാ ജീവിതം കളഞ്ഞു കുളിച്ചവർ കേൾക്കട്ടെ, ദൈവകൃപ കളഞ്ഞു കുളിച്ചവർ കേൾക്കട്ടെ. നീ സ്തോത്രം 1 കളഞ്ഞാൽ 3 മടങ്ങ് നീ കഷ്ടപ്പെട്ടാൽ മാത്രമേ നഷ്ടപ്പെട്ടത് നിനക്ക് തിരികെ കിട്ടത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ 3-ാം ദിവസം ആ ഗ്രൗണ്ടിലും ആ മാർക്കറ്റിലും ആ കടലക്കടയിലും ഒക്കെ നോക്കി. പക്ഷേ യേശു സ്തോത്രം അതെ വന്നത് മറ്റുള്ളവരെ പോലെ ജീവിപ്പാനല്ല. അവന് വേറൊരു പദ്ധതിയുണ്ട്. 12 വയസ്സ് മുതൽ ഉത്തരവാദിത്തം ആ കുഞ്ഞുങ്ങളുടെ മേലാണ്. അങ്ങനെ 12 വയസ്സ് മുതൽ ഉത്തരവാദിത്തം ആ കുട്ടിയുടെ മേൽ ആയതുകൊണ്ട് 12-ാമത്തെ വയസ്സിൽ യേശു റിയലൈസ് ചെയ്തു, ഐ ആം നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ, rather than I am a person of responsibility. ഞാൻ സ്തോത്രം അതെ 12 വയസ്സ് പ്രായമേ ഉള്ളെങ്കിലും ഞാൻ ഉത്തരവാദിത്തത്തിന്റെ വ്യക്തിയാണ്. 12 വയസ്സ് മുതൽ പ്രായമുള്ള എല്ലാറ്റിനും നോക്കി പറ, നിന്റെ മേൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. പറ, നിന്റെ മേൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. നിന്റെ തോളിൽ ഈ തലീത്ത് കിടന്നു തൂങ്ങിയാൽ, നിന്റെ തോളിൽ
ഈ പ്രേയർ ഷോൾ നിന്റെ തോളിൽ കിടന്ന് തൂങ്ങിയാൽ സ്തോത്രം എന്താ ഉള്ളത്? നിനക്ക് ദൈവത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്, നിന്റെ മേൽ ഉത്തരവാദിത്വമുണ്ട്. ചിലത് 38 വയസ്സായി, ഉത്തരവാദിത്വമല്ല. ചിലത് 45 വയസ്സായി, ഉത്തരവാദിത്വമല്ല. ചിലത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെൻഷനായി, ഉത്തരവാദിത്വമില്ല. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിന്റെ ജീവിതമത്രേ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, സ്തോത്രം, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് അല്ലയോ? എന്നെ തിരഞ്ഞതെന്ത്? 49 വാക്യം ലൂക്കോസ് 2. എന്നെ തിരഞ്ഞതെന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടല്ലോ. ഹേ, ഐ ഹാവ് എ മാൻഡേറ്റ്. എനിക്കൊരു ചില ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ടി ഞാനിതാ സ്തോത്രം പ്രവേശിച്ചിരിക്കുന്നു. 12ാമത്തെ വയസ്സായപ്പോൾ സ്തോത്രം ബാർ മിസ്വാ, എന്റെ ലയൻ മാറിയിരിക്കുന്നു, എന്റെ സീസൺ മാറിയിരിക്കുന്നു, എന്റെ കുട്ടിക്കളി മാറിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആരോടെ എനിക്ക് പറയാനുള്ളത്? നിന്റെ ഉഴപ്പ് മാറിയിരിക്കുന്നു, നിന്റെ അലസത മാറിയിരിക്കുന്നു, നിന്റെ കുട്ടികളെ മാറിയിരിക്കുന്നു. കമോൺ, ഈ ജൂൺ മാസത്തോടെ പുതിയൊരു സീസണിലേക്ക് നീ പ്രവേശിക്കുകയാണ്. സ്തോത്രം, സ്വർഗസ്ഥനായ നിന്റെ പിതാവിന് ഉള്ളതിൽ നീ ഇരിക്കേണ്ടതല്ലോ. യു ഹാവ് ടു ഡു ദ ഫാദേഴ്സ് ബിസിനസ് ബിക്കോസ് യു ആർ ഇൻ ദ ഹൗസ് ഓഫ് ഗാഡ്. രണ്ട് കരങ്ങൾ അടിച്ച് സന്തോഷമുള്ള ഒരു ദൈവത്തെ സ്തുതിച്ചാട്. 12ാം വയസ്സിൽ വീണതായ പുതപ്പ് യേശു കർത്താവിൽ നിന്ന് സ്തോത്രം പിന്നെ ഒരിക്കലും മാറിയില്ല. എക്സ്ക്യൂസ് മീ, പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് അവന്റെ വസ്ത്രത്തെ പറിച്ചു മാറ്റുന്നത് വരെയും, പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് പടയാളികൾ അവനെ അടിച്ചു തകർക്കാൻ അവന്റെ വസ്ത്രം മാറുന്നത് വരെയും യേശു കർത്താവിൽ ഈ തലീത്ത് എന്ന പ്രയർ ഷാൾ ഉണ്ടായിരുന്നു. സ്തോത്രം, അതെ, അതുവരെയും യേശു കർത്താവ് തന്റെ പുതപ്പിനെ കളഞ്ഞില്ല. തിമോത്തിയോസിനോട് നോക്കി പൗലോസ് ഇപ്രകാരം പറയുകയാണ്, ഹേ തിമോത്തിയോസേ, എന്റെ ചർമ്മലിഖിതങ്ങളും എന്റെ പുതപ്പും കൊണ്ടുവാ. മറ്റൊരു കോണ്ടെസ്റ്റിൽ ഞാൻ പറയട്ടെ, പൗലോസ് പറയും, എന്റെ സമ്പത്ത് പോയി, ഞാൻ സഞ്ചരിച്ചതായ കപ്പൽ പോയി, എന്റെ പദവികൾ പോയി, ലാഭമായ പലതും എനിക്ക് പോയി, പക്ഷെ എനിക്ക് എന്ത് പോയില്ല? എന്റെ പുതപ്പ് പോയില്ല. ഓ, എന്റെ പുതപ്പ് പോയില്ല. ഇന്ന് പകൽ let me challenge you, ഞാൻ നിങ്ങളെ നോക്കി വെല്ലുവിളിച്ചു പറയട്ടെ, ജീവൻ പോയാലും പുതപ്പ് പോകല്ലേ. ആരെന്നെ കേൾക്കുന്നു? ജീവൻ പോയാലും അഭിഷേകത്തിന്റെ പുതപ്പ് പോകരുത്. ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ, നോ പ്രോബ്ലം. പക്ഷേ പുതപ്പില്ലാത്ത ജീവിതം വേണ്ട, അഭിഷേകമില്ലാത്തതായ ജീവിതം വേണ്ട. ഇതിന് വലിയൊരു മീനിങ് ഉണ്ട്. പ്രേഷാളിനെ കുറിച്ച് സ്തോത്രം, അത് ഈ തലീത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ, അതിന്റെ അർത്ഥങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഒരു പക്ഷേ 3 മണിക്കൂറോളം എനിക്ക് വേണം. പക്ഷേ ദൈവമേനായ കർത്താവ് എനിക്ക് ഏൽപ്പിച്ചത് പഴയ നിയമത്തിന്റെ എക്സ്പ്ലനേഷൻ അല്ല, പുതിയ നിയമത്തിൽ വെളിപ്പെടുന്ന പ്രാർത്ഥനയുടെ ശക്തിയാണ്. കാരണം ഇത് വെളിപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനമായ പ്രാർത്ഥനയാണ്. ഇത് വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനമായ കാര്യം 133-ാം സങ്കീർത്തനം 1-2. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യം. അവിടെ ഇതാ അഹരോനെ മോശ അഭിഷേകം ചെയ്യുകയാണ്. അഹരോനെ മഹാപുരോഹിതനായി അഭിഷേകം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും. അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് സ്തോത്രം ഒഴുകുന്ന വിശേഷ തൈലം അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് വരെയും ഒഴുകി ചെല്ലുകയാണ്. സ്തോത്രം, അഹരോൻ എന്ന മഹാപുരോഹിതൻ ധരിച്ചിരുന്ന വസ്ത്രം സിമിലറായ ഇതുപോലൊരു വസ്ത്രമാണ്. ഇതൊരു പ്രാർത്ഥന ഷാൾ ആണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരിൽ എന്തോ ഒഴുകും? അഭിഷേകം ഒഴുകും. പ്രാർത്ഥിക്കുന്നവനിൽ അഭിഷേകം ഒഴുകും. പ്രാർത്ഥിക്കുന്നവർ മാത്രം ഇന്ന് പകൽ വാ തുറന്ന് സ്തോത്രം പറയട്ടെ. നീ കുളമല്ല, നീ ഒഴുകുന്ന നദിയാണ്. നീ കുളമല്ല, നീ ഒഴുകുന്ന നദിയാണ്. കരങ്ങളെ ഉയർത്തി പറ, ഞാൻ ഒഴുകുവാൻ പോകുന്നു. രാജ്യങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, 10,000ങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒഴുകുവാൻ വേണ്ടി പോകുന്നു. വീണ്ടും സ്തോത്രം, ഈ പ്രയർ ഷാൾ എന്ന പ്രാർത്ഥന അനുഭവം, അതിന്റെ അർത്ഥം പ്രാർത്ഥന അനുഭവം. ഞാൻ വീണ്ടും പറയുന്നു, പ്രാർത്ഥന അനുഭവം ഉണ്ടെങ്കിൽ അർഹതയില്ലാത്ത ദൈവിക കരുണ നിന്നെ തേടി എത്തുക തന്നെ ചെയ്യുക. അർഹതയില്ലാത്ത ദൈവകരുണ, അയ്യോ ഞാനിതിന് ക്വാളിഫൈഡ് അല്ലല്ലോ, ഞാനിതിന് യോഗ്യനല്ലല്ലോ എന്ന് നീ പോലും ഞെട്ടത്തക്ക രീതിയിൽ, നീ പോലും സർപ്രൈസ് അടിക്കത്തക്ക രീതിയിൽ അർഹതയില്ലാത്തതായ സ്തോത്രം അതേ അനുഭവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. ലെറ്റ് മീ ടെൽ യു, ഇത് അവഗണനയുടെ ദിവസങ്ങൾ അല്ല, ഇത് അനുമോദനങ്ങളുടെ ദിവസങ്ങൾ അത്രേ.
എഴുതിയെടുക്ക. ഇത് അവഗണനയുടെ ദിവസങ്ങൾ അല്ല. എവിടെയാണോ മറ്റുള്ളവരെ അവഗണിച്ചത്, അതേ സ്ഥലത്ത് അതേ വ്യക്തികൾ നിന്നെ അനുമോദിപ്പാൻ വേണ്ടി പോകുന്നു. എങ്ങാണ്ട് സ്തോത്രം മോവാബ്യ ദേശത്തിൽ കിടന്നതായ രൂത്ത് ഇതാ സ്തോത്രം ബോവസിന്റെ കളത്തിൽ കടന്നു വന്നപ്പോൾ വേദപുസ്തകം പറയുന്നു, സ്തോത്രം രൂത്ത് ഇതാ ബോവസിന്റെ അടുക്കലെത്തുമ്പോൾ 3-ാം അധ്യായം 15-ാം വാക്യം, അവൾ ഇതാ സ്തോത്രം നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുമ്പോൾ അവൻ യവം അത് അളന്നു കൊടുക്കുന്നത് എക്സാക്ട്ലി ദ സെയിം. ഇതേ പ്രേയർ ഷോളിനാണ് അർഹതയില്ലാത്തത് അവനിതാ അളന്നു കൊടുക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരെ, ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ആകാശത്തിന് കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ നിന്നെ അനുഗ്രഹിപ്പാൻ വേണ്ടി പോകുന്നു. പഴയ നിയമത്തിൽ സ്തോത്രം ബോവസ് അളന്നു എങ്കിൽ പുതിയ നിയമത്തിൽ ജീവന നൽകി നിന്നെ വീണ്ടെടുത്ത കർത്താവ് അളക്കാതെ നിന്നെ അനുഗ്രഹിപ്പാൻ വേണ്ടി പോകുകയാണ്. വീണ്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? ഈ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്തോത്രം അതൊരു കാത്തിരിക്കുന്ന അതേ സ്ഥലമാണ്. ഇറ്റ്സ് എ വെയിറ്റിംഗ് പ്ലേസ്. അതൊരു കാത്തിരിക്കുന്ന സ്ഥലമാണ്. കാത്തിരിക്കുന്നത് ഒരിക്കലും വേസ്റ്റ് അല്ല. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിന്റെ സ്തോത്രം 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാ 40-30-31 സ്തോത്രം അതെ എങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ. ആരെ പോലെ പറ? അവർ കാക്കയെ പോലെയല്ല, അവർ കഴുകന്മാരെ പോലെ. അവർ ഒട്ടക പക്ഷിയ അല്ല, പകരം അവർ കഴുകന്മാരെ പോലെ. അർത്ഥം ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈഗിൾ വിങ്സ് ആണ്. ഇത് നിങ്ങൾക്ക് കഴുകൻ ചിറകുകളാണ്. കഴുകൻ ചിറകുകൾ ഫിക്സ് ചെയ്യട്ടെ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ കഴുകന്റെ ചിറക്. എനിക്ക് ബലമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് സഹായമില്ല എന്ന് പറയുന്ന ഹൊറൈസൺസിനെ മേഖലകളെ കീഴടക്കാൻ, ഉയരങ്ങളെ കീഴടക്കുവാൻ നിനക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത ഉയരങ്ങളെ കീഴടക്കുവാൻ കഴുകൻ ചിറക് ഈ ദൂത് കേൾക്കുന്ന സകലരുടെ പേരും ദൈവത്തിന്റെ കൃപയാൽ ഫിക്സ് ചെയ്യപ്പെടട്ടെ. 2 കരങ്ങളെ അടിച്ച് ആർപ്പിട്ട് ദൈവജനം ദൈവത്തെ സ്തുതിച്ചാടെ. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം യേശു കർത്താവ് പറഞ്ഞു മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, നീയോ അറയിൽ കടന്ന് പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് സ്തോത്രം നിനക്ക് പ്രതിഫലം തരുന്നു. അർത്ഥം ഇന്നും നിങ്ങൾ വിലാപമതിൽ യെരൂശലേമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവർ തങ്ങളുടെ തലമൂടി ഈ പ്രേയർ ഷാൾ കൊണ്ട് സ്തോത്രം മുഖം മറച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ അറയിൽ കടക്കുകയാണ്. സിമ്പൽ ഇതാണ്. സ്തോത്രം പുതിയ നിയമത്തിൽ അതേ മറ്റുള്ളവരെ കാണിക്കാനല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രകടനമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യന്റെ കൈയടി പിടിച്ചു പറ്റാനുള്ളതല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തോത്രം മറ്റുള്ളവരുടെ അറ്റൻഷന് വേണ്ടിയല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ അറ്റൻഷന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും പ്രാർത്ഥന ദൈവത്തിന്റെ സ്തോത്രം അതേ അറ്റൻഷൻ പിടിച്ചു പറ്റട്ടെ. ഉദാഹരണമായി തിരക്കേറിയ യെരിഹോവിന്റെ തെരുവിലൂടെ യേശു കർത്താവ് നടന്നു പോകുമ്പോൾ ഒരു കുരുടൻ നിലവിളിച്ചപ്പോൾ കർത്താവ് തിരിഞ്ഞു നിന്നതുപോലെ ആരോ ഇന്ന് പകൽ നിലവിളിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം സ്തോത്രം നിന്റെ അടുക്കൽ നിന്നെ നോക്കി ശ്രദ്ധിക്കുന്നു. രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാട്ടെ, പരസ്യത്തിൽ ദൈവത്തിന്റെ കൃപയാൽ പ്രതിഫലമുണ്ട്. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലാക്കി പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യം, സ്തോത്രം അതെ പ്രാർത്ഥിക്കുന്നവന് ദൈവത്തിന്റെ സൗഖ്യമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് ദൈവത്തിന്റെ സൗഖ്യമുണ്ട്. 1-2 പേർ ക്രൈസ്റ്റ് സെന്ററുമായിട്ടുള്ളവർ അതേ ICUയിൽ അഡ്മിറ്റ് ആണ്. ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ചാട് സ്തോത്രം ഒരാളിന്റെ വിഷയം സ്തോത്രം കേട്ടിട്ട് മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുന്നതായ വർത്തമാന പത്രമല്ല ബ്രദർ സുരേഷ് ബാബു. ഒരാളിന്റെ വിഷയം കേട്ട് മറ്റൊരാളിലേക്ക് പറയുന്നതായ സ്തോത്രം അതെ ഏതോ ന്യൂസ് ഏജന്റ് ആകല്ല. പകരം ദൈവകൃപയുടെ മെച്യൂരിറ്റി നമുക്ക് ആവശ്യം. സോ ഐ ഡോണ്ട് ഹാവ് ദ പെർമിഷൻ ടു കൺവേ ദോസ് നെയിംസ് ആൻഡ് ഫാമിലീസ്. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ അതേ ദൈവജനം പ്രാർത്ഥിക്കാതെ സ്തോത്രം ലീഡർഷിപ്പ് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു സ്തോത്രം ഈ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനുണ്ടാകുന്നത് ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തി ഉദിക്കുക. മലാക്കി 4:2 പറയുന്നു കർത്താവിന്റെ ചിറകിൻ കീഴിൽ നീതി സൂര്യന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തി ഉദിക്കും. മലാക്കി 4:2 എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ ആരെ ഭയപ്പെടുന്നു?
കൊറോണയല്ല ഭയപ്പെടുന്നത്, ന്യൂസിനെയല്ല ഭയപ്പെടുന്നത്, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ അല്ല ഭയപ്പെടുന്നത്, ഏതോ സംഖ്യകളെയല്ല. ഇന്ന് എത്ര പേർക്ക് കോവിഡ് ഉണ്ടായി കേട്ടാ? ആ സംഖ്യകളെയല്ല ഭയപ്പെടുന്നത്. യഹോവന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടുമെന്ന് ചോദിച്ച് ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിന്റെ ജനത്തിന്, ദൈവത്തെ ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക്, നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകൻ കീഴിൽ രോഗോപശാന്തി ഉദിക്കുക. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ചക്രവാളത്തിൽ ദൈവത്തിന്റെ രോഗശാന്തി ഉദിക്കുമാറാകട്ടെ. അത് മനസ്സിലാക്കണമേ. സ്തോത്രം. പ്രയർ ഷോൾ 12-ാമത്തെ വയസ്സിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ ഇത് സ്തോത്രം, അതെ, യേശു കർത്താവിൽ ഇത് വീഴുകയുണ്ടായി. ദുരിതങ്ങൾ വായിക്കുമ്പോൾ പക്ഷികളെ സ്തോത്രം ലൂക്കോസ് വിശേഷത്തിൽ വായിക്കുമ്പോൾ ലൂക്കോസ് പറയുകയാണ്, അവൻ മനുഷ്യപുത്രൻ. മനുഷ്യപുത്രനാണ് യേശു. മനുഷ്യപുത്രൻ എന്ന ജാതിയിൽ നിന്ന് വന്നതായ ലൂക്കോസ് വളരെ വ്യക്തമായി സ്തോത്രം വിളിച്ച് വരച്ചു കാട്ടിയിരിക്കുന്നു. മനുഷ്യനാണോ അവൻ പ്രാർത്ഥിക്കണം. അർത്ഥം ലൂക്കോസ് സുവിശേഷകനാണ് യേശുവിൻ്റെ പ്രാർത്ഥനയെ തന്മയത്വമായി പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ 12 തരത്തിലുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ലൂക്കോസിൽ മാത്രമേ കാണുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അതുകൊണ്ട് മനുഷ്യനാണോ നീ പ്രാർത്ഥിച്ച തന്നെ ആകണം. നീ ഒരുപക്ഷെ ബിസിനസ്സുകാരനെ ആയിരിക്കാം, പക്ഷെ നീ പ്രാർത്ഥിക്കണം. നീ ഒരു പക്ഷേ സ്തോത്രം പ്രീച്ചറായിരിക്കണം, പക്ഷേ നീ പ്രസംഗിക്കാൻ എടുക്കുന്ന സമയത്തെക്കാൾ കൂടുതൽ നേരം നീ പ്രാർത്ഥിക്കണം. യെസ്, ഹല്ലേലൂയ. ഞാൻ എന്തോ ബട്ടർ അടിക്കാൻ നിൽക്കുകയല്ല, ഞാൻ എന്ത് ചെയ്തോ അല്ലെങ്കിൽ ചെയ്യുന്നോ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ വായ് തുറക്കുമ്പോൾ ദൈവത്തിന്റെ തീ നിന്നോട് വ്യാപരിക്കണമെങ്കിൽ 1.5 മണിക്കൂർ നീ പ്രസംഗിക്കുന്നെങ്കിൽ 3 മണിക്കൂർ നീ ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കുക. ഒരിക്കൽ കൂടെ 3 മണിക്കൂർ നീ ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിച്ചാൽ 1.5 മണിക്കൂർ നീ പ്രസംഗിക്കുമ്പോൾ ആ ദൈവം നിന്നിലൂടെ ജനത്തോട് സംസാരിക്കുക. സ്തോത്രം. ദൈവം നിന്നിലൂടെ ജനത്തോട് സംസാരിക്കണമെങ്കിൽ പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുൻപ് ആദ്യം നീ ദൈവത്തോട് സംസാരിക്കേണ്ടത് ആവശ്യം. വേദപുസ്തകം പറയുന്നു, സ്നാന സമയത്ത് യോർദാന്റെ കരയിൽ വെച്ച് കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു. മരുഭൂമിയിൽ അവൻ പ്രാർത്ഥിച്ചു, നന്നായി രാവിലെ അവൻ പ്രാർത്ഥിച്ചു, ഇരുട്ടുള്ളപ്പോൾ പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, തനിയെ പോയി പ്രാർത്ഥിച്ചു, നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു, ശിഷ്യന്മാരുമായി പ്രാർത്ഥിച്ചു. സ്തോത്രം. അതേ, അവൻ മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു, അവൻ ഗദശമന എന്ന തോട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചു. സ്തോത്രം. എവിടെ നോക്കിയാലും ലൂക്കോസ് സുവിശേഷത്തിൽ യേശു പ്രാർത്ഥിച്ചു എന്ന് കാണുന്നു. അതുകൊണ്ടാണ് വൈദ്യൻ ലൂക്കോസ് പറയുന്നത്, he was the power house of God. അവൻ ദൈവത്തിന്റെ ശക്തിയെ ചുമക്കുന്നവനായിരുന്നു. പ്രാർത്ഥിക്കുന്നവർ പറയട്ടെ, ഞാൻ ദൈവത്തിന്റെ പവർ ഹൗസ് ആണ്. പ്രാർത്ഥിക്കുന്നവർ പറയട്ടെ, ഐ ആം ദ വാക്കിംഗ് പവർ ഹൗസ് ഓഫ് ഗാഡ്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, നീ ഒരു പവർ ഹൗസ് ആകെ. പറഞ്ഞാട്ടെ, നീ പവർ ഹൗസ് ആകെ. തമ്പാനൂരിനും കിഴക്കേക്കോട്ടയ്ക്കും ഇടയ്ക്കുള്ളതായ ജംഗ്ഷൻ അല്ല പവർ ഹൗസ്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യത്തിന്റെ, വിടുതലിന്റെ, വിവേചനത്തിന്റെ, പ്രവചനത്തിന്റെ, കൃപാവരങ്ങളുടെ ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷയുടെ പവർ ഹൗസായി ദൈവമായ കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തട്ടെ. യേശു അവണ്ണമായിരുന്നു. ലൂക്കോസ് സുവിശേഷം തന്നെ ആവർത്തിച്ച് പറയുന്നു, 4:36 അവൻ പറയുമ്പോൾ ശക്തി. ലൂക്കോസ് 4:40 അവൻ തൊടുമ്പോൾ ശക്തി. ലൂക്കോസ് 6:19 അവന് തൊടുമ്പോൾ ശക്തി. യേശു പറയുമ്പോൾ ശക്തി, യേശു തൊടുമ്പോൾ ശക്തി, യേശുവിനെ തൊടുമ്പോൾ ശക്തി. ഒരിക്കൽ കൂടെ, യേശു പറയുമ്പോൾ ശക്തി, യേശു തൊടുമ്പോൾ ശക്തി, യേശുവിനെ തൊടുമ്പോൾ ശക്തി. അർത്ഥം, he was the absolute power house of God. അവൻ ദൈവത്തിന്റെ സ്തോത്രം ശക്തിയെ ചുമക്കുന്നവനായിരുന്നു. സഹോദരി സഹോദരന്മാരെ, ഇത് ഏതാണ്ട് ഹിമാലയത്തിൽ അങ്ങ് ഉയരത്തിലിരിക്കുന്ന ഒരു കാര്യമല്ല. That is very close to you. നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്നിൽ നിറയപ്പെടുക തന്നെ ചെയ്യും. അത് മറ്റുള്ളവർക്ക് വിടുതലായി തീരും. 1 കൊരിന്ത്യർ 3:16, 1 കൊരിന്ത്യർ 6:19, 1 കൊരിന്ത്യർ സ്തോത്രം 6:16, 2 കൊരിന്ത്യർ 6:16 ആവർത്തിച്ച് വേദപുസ്തകം പറയുന്നു, ഈ ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമാകുന്ന നീ, സ്തോത്രം, മൊബൈൽ നെറ്റ്വർക്കും, സ്തോത്രം, എന്തുവാ, വീഡിയോ ഗെയിംസും സീരിയലും സിനിമയും, സ്തോത്രം, ധനവും ആകുല ചിന്തയും കൊണ്ട് നിറയപ്പെട്ട അതേ കള്ളന്മാരുടെ ഗുഹയാകല്. പകരം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചോട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചോട്ടെ. ഇന്ന് പകൽക്കാലം ഈ സ്ക്രീനിൽ ഈ പ്രയർ ഷോളിൽ ഞാൻ പൊതിയപ്പെട്ട് നിൽക്കുന്നത് പോലെ ദൂതിൽ ഇതാണ് നിന്റെ ജീവിതം. പ്രാർത്ഥനയാൽ പൊതിയപ്പെടട്ടെ. നിന്റെ സ്തോത്രം കുടുംബം പ്രാർത്ഥനയാൽ പൊതിയപ്പെടുമാറാകട്ടെ. സ്തോത്രം, പ്രാർത്ഥനയാൽ പൊതിയപ്പെട്ടു നോക്ക്. അങ്ങനെയെങ്കിൽ ഡെയിലി ദൈവകൃപയാൽ അത്ഭുതങ്ങൾ നടക്കും.
ഒരിക്കൽ കൂടെ പ്രാർത്ഥനയാൽ പൊതിയപ്പെട്ടു നോക്ക്. അങ്ങനെയെങ്കിൽ ഡെയിലി ദൈവത്തിന്റെ കൃപയാൽ അത്ഭുതങ്ങൾ നടക്കുക. സ്തോത്രം. വേദപുസ്തകം പറയുന്നു ഈ പ്രാർത്ഥനയുടെ പ്രയർ ഷാളിന്റെ പ്രത്യേകത വെളിപ്പെട്ടതായ ഒരു അധ്യായമാണ് മർക്കോസ് സുവിശേഷം. സ്തോത്രം. അതെ, 5-ാം അധ്യായം 4-ാം അധ്യായം നിങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയൊരു പുരുഷാരത്തോട് യേശു കർത്താവ് സംസാരിക്കുകയാണ്. 3-4 അധ്യായം വലിയ പുരുഷാരത്തോട് കർത്താവ് ദീർഘമായി സ്തോത്രം സംസാരിക്കുന്നു. യേശുവിന്റെ പല സർവീസുകൾ ദീർഘമായ സർവീസുകളാണ്. സ്തോത്രം. അതെ, ചിലർ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, അയ്യോ ഇന്ന് അല്പം നീണ്ടുപോയി കേട്ടോ. എന്ത് ചെയ്യാനാ, കർത്താവിൻ്റെ ഒരു സർവീസ് തന്നെ 3 ദിവസം അതിന് നീളം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ബൈബിളിലുള്ളതാ ഞാൻ പറഞ്ഞത്. യേശുവിന്റെ സർവീസ് സ്തോത്രം അതെ 3 ദിവസം നീളമുണ്ടായിരുന്നു. അല്ലാതെ പെട്ടെന്ന് വാച്ച് നോക്കിയിട്ട് കർത്താവേ ഗിവ് മീ എ പൈ ഓൺ മൈ തായ് ഐ ആം റെഡി എന്ന് പറയുന്ന 5 മിനിറ്റ് പരിപാടിയല്ല. ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം റെഡിമെയ്ഡ് ബ്ലെസ്സിങ്ങിന് വേണ്ടിയാണ് പലരും ആഗ്രഹിക്കുന്നത്. നടക്കത്തില്ല. കർത്താവ് യേശു ക്രിസ്തു 12-ാം വയസ്സിൽ 3 ദിവസം 72 മണിക്കൂർ 72 മണിക്കൂർ കർത്താവ് 3 ദിവസം 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ തുടർമാനമായി ദൈവവചനം പറഞ്ഞു. അതുകൊണ്ടാണ് സ്തോത്രം മറിയ വന്നപ്പോൾ 3-ാം ദിവസത്തിലും എവിടെ ഇരുത്തിയിട്ട് പോയോ അവിടെ തന്നെ ഇരുന്ന വചനം പറയുക. 3 ദിവസം പറയാൻ എവിടെന്നാ വചനം? കർത്താവേ 3 ദിവസം കണ്ടിന്യൂസ്. ഇവിടെ 3 മിനിറ്റ് പറയാൻ പല എണ്ണത്തിന് മേലും സ്തോത്രം വചനമില്ല. പക്ഷെ 3 ദിവസം പറഞ്ഞിട്ടും ഒന്നിന് പിറകെ ഒന്ന് സ്തോത്രം ദൂതൊടുകയാണ്. ഈ കാലമാണെങ്കിൽ ഡബിൾ PhD, ട്രിപ്പിൾ PhD, ഇനി അതിൻ്റെ മേലെ എന്തെങ്കിലും PhD ഉണ്ടെങ്കിൽ അതുള്ള സ്തോത്രം സകല പരീക്ഷന്മാരും ന്യായശാസ്ത്രന്മാരും ചുറ്റും നിന്ന് അതിശയിച്ചു. കൊള്ളാലോ, 3 ദിവസമായിട്ടും ഈ ചെറുക്കല്ലിൽ നിന്ന് ഒഴുകുന്ന വചനം നോക്ക്. എന്തൊരു വചന. അവനെ നോക്കി 12-ാം വയസ്സിൽ അവർ അതിശയിച്ചു പറഞ്ഞു കാണും, എന്തൊരു വചനം. അയ്യോ ഐ എം സോറി, സ്തോത്രം, എന്തൊരു വചനം എന്ന് പറയാതെ അവനാണ് വചനം. എന്തൊരു വചനം എന്ന് പറയാതെ ഇരിക്കുന്നവനുണ്ടല്ലോ, ഈ പ്രയർ ഷാൾ പൊതിഞ്ഞ് ഞാൻ എൻ്റെ പിതാവിൽ ഇരിക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞ അവനാണ് വചനം. സ്തോത്രം. അന്ന് 3 ദിവസം പ്രസംഗിച്ചാണ്. ഈ ജനത്തെ കണ്ടിട്ട് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവർ 3 ദിവസമായി എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ എന്ന് കർത്താവ് പറഞ്ഞു. സോ ഇറ്റ് വാസ് എ മാരത്തൺ സർവീസ്. 3-4 അധ്യായം ആ മാരത്തൺ സർവീസിൽ ജനത്തെ കർത്താവ് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവൻ പടകിൽ കയറി. ശിഷ്യന്മാർക്കാണെങ്കിൽ ഹെവി ഡ്യൂട്ടിയാണ്. ആ ക്ഷീണിച്ച മനസ്സോടും ക്ഷീണിച്ച ശരീരത്തോടും അവരിതാ തുഴഞ്ഞ സ്തോത്രം അക്കരയ്ക്ക് പോയി. നിങ്ങൾക്കറിയാം സൺഡേ സ്കൂൾ സ്റ്റോറി. ഗദര ദേശത്ത് നിന്ന് 1-2 ഭൂതമല്ല, ഒറ്റ വാക്കിൽ 6000 ഭൂതത്തെ അവൻ പുറത്താക്കി. അവൻ റെസ്റ്റ് എടുത്തത്. അങ്ങോട്ട് പോകുമ്പോൾ ആ ബോട്ടിൽ കിടന്ന് അല്പം ഒന്ന് ഉറങ്ങി. അത് മാത്രമാണ് അവൻ റെസ്റ്റ് എടുത്തത്. സ്തോത്രം. പക്ഷെ പിള്ളേരെ നിലവിളി കേട്ട് അവൻ പെട്ടെന്ന് എഴുന്നേൽക്കേണ്ടി വന്നു. സ്തോത്രം. അവൻ ഉറങ്ങി, പക്ഷെ പിള്ളേരെ നിലവിളിച്ചു. പിള്ളേർക്ക് ഈ കാറ്റും ഓളം കാണുമ്പോൾ അവർക്ക് ധൈര്യമില്ല. അവർ നിലവിളിച്ച് അവൻ കൂടുതൽ റെസ്റ്റ് എടുത്തില്ല. സോ കർത്താവ് സ്തോത്രം ശരിയായി ഉറക്കമില്ല. ആ 13 പേർ അടങ്ങുന്നതായ എൻ്റെ ടീം വളരെ ടയർഡായിട്ടാണ്, വളരെ ക്ഷീണിച്ചിട്ടാണ് അക്കരെ പോയിട്ട് അതെ ആ ഭൂതഗ്രസ്തനെ സ്തോത്രം വിടുവിച്ചിട്ട് അവർ ഇക്കരെ കടന്നു വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, അതായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ. ശരിയായി ഭക്ഷണമില്ല, ശരിയായി ഉറക്കമില്ല, ആരുമിണ്ടില്ല, ശരിയായി ഭക്ഷണമില്ല, ശരിയായി ഉറക്കമില്ല. ഞാൻ നിങ്ങളെ വാൺ ചെയ്യട്ടെ. സ്തോത്രം. അതെ, നിങ്ങൾ റിവൈവലിൽ ജീവിക്കുന്നു എങ്കിൽ ശരിയായി ഉറങ്ങാൻ കഴിയത്തില്ല. നിങ്ങൾ ഉണർവിൽ ജീവിക്കുന്നുവെങ്കിൽ സമയത്തിന് പലപ്പോഴും ഭക്ഷണം കഴിപ്പാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ സ്തോത്രം. നിങ്ങൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഉഴപ്പന്മാർക്കുള്ളതല്ല ഉണർവ്. ഉഴപ്പന്മാർക്ക് ഒരിക്കലും ഉണർവ് കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ചിലർ പറയാറുണ്ട് 8 മണിക്കൂർ ഉറങ്ങണം, അല്ലെങ്കിൽ ബ്രെയിൻ സ്തോത്രം നേരെ വർക്ക് ചെയ്യത്തില്ല. അടുത്തിരിക്കുന്നവർ നോക്കി പറ, സാത്താൻ കള്ളനാണ്. പെട്ടെന്ന് പറഞ്ഞേ, സാത്താൻ കള്ളനാണ്. സ്തോത്രം. 8 മണിക്കൂർ ഉറങ്ങണം, അല്ലെങ്കിൽ സ്തോത്രം നേരെ ബ്രെയിൻ വർക്ക് ചെയ്യത്തില്ല. ചിലർ പറയും ഉച്ചയ്ക്ക് ശേഷം 1/2 മണിക്കൂർ മലർക്കണം, എന്നാൽ മാത്രമേ അതെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതെ, അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, അത് പെരുങ്കള്ളനാണ്. പെട്ടെന്ന് പറഞ്ഞേ, അത് പെരുങ്കള്ളനാണ്. നേരത്തെ പറഞ്ഞത് കള്ളനാണ്, ഇപ്പൊ പറഞ്ഞത് പെരുങ്കള്ളനാണ്. സ്തോത്രം. 8 മണിക്കൂർ ഉറങ്ങണം. പകല് അതെ ശതാബ്ദി എക്സ്പ്രസ് പോലെ കുറുക്കം വരിക്കണം. ലെറ്റ് മീ ടെൽ യു, നിങ്ങൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ സമയത്തിന് ഭക്ഷണം കഴിപ്പാൻ കഴിയത്തില്ല, നേരെ ചൊവ്വേ ഉറക്കമില്ല.
എസ് അണ്ണ എന്ന പേരുള്ള ദൈവത്തിൻ്റെ ദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ മിക്കവാറും ദിവസങ്ങൾ ഓൺലൈൻ പ്രെയറാണ്. ഒരു ദിവസം വിജയവാഡയെങ്കിൽ അടുത്ത ദിവസം കരിനഗറിലാണ്, അതിനപ്പുറത്ത് രാമകുണ്ടത്തായിരിക്കും അടുത്ത ദിവസം. അത് ഉറങ്ങുന്നത് കാറിലായിരിക്കും കിടന്നുറങ്ങുന്നത്. തൻ്റെ ഡ്രൈവർ ഡ്രൈവ് ചെയ്യും, അദ്ദേഹം കാറിൽ കിടന്ന് ഉറങ്ങും. മിക്കവാറും ദിവസങ്ങളിൽ യേസ് അണ്ണ ഉറങ്ങിയത് നല്ല ബെഡിലല്ല, കാറിൽ കിടന്ന് ഉറങ്ങി. കാറിൽ കിടന്ന് ഉറങ്ങിയ ഇന്ത്യൻ ചർച്ച് പ്ലാന്റിങ്ങിന്റെ ബെസ്റ്റ് മകുടോദാഹരണമായ യേസ് അണ്ണ 700-ലധികം സഭകളെ സ്വന്തമായി സ്ഥാപിച്ചു. ഹോസന്ന മിനിസ്ട്രിക്ക് 3000-ലധികം സഭകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് ഗാദറിംഗ് ഹോസന്ന മിനിസ്ട്രിയുടെയാണ്. ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് ഗാദറിംഗ് എന്ന് പറയുന്നത് ഹോസന്ന മിനിസ്ട്രിയുടേതാണ്. സ്തോത്രം. എന്ന് കൊറോണ കഴിയോ അന്ന് നമ്മൾ വണ്ടി കയറും. സ്തോത്രം. അതെ, എന്നിട്ട് നമുക്ക് ട്രാൻഡത്തോട് പറയണം, ബബായ് ബബായ്, നെവർ അഗൈൻ ബബായ്. സ്തോത്രം. അതെ, ആ പബ്ലിക് ഗാദറിംഗിന് സ്തോത്രം ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം പേരാണ് ടൈം കൂടുന്നത്. സെക്കുലർ മീഡിയ പറയുന്നു 20 ലക്ഷത്തിലധികം പേരാണ് ഹോസന്ന സ്തോത്രം കൂടാര പെരുന്നാളിന് കൂടി വരുന്നത്. 20 ലക്ഷം പേര് കൂട്ടുന്നതായ ഭയങ്കര ശുശ്രൂഷ. യേസന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി. അഭിഷിക്തൻ മരിച്ചു, അഭിഷേകം മരിച്ചില്ല. ഉണർവ് എന്ന് പറയുന്നത് അധ്വാനമാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഉണർവ് അധ്വാനമാണ്. ഒരിക്കൽ കൂടെ, ഉണർവ് അധ്വാനമാണ്. ഉഴപ്പന്മാരല്ല ദൈവം തേടുന്നത്. ഈ കാലഘട്ടത്തിൽ ഉണർവിന് വേണ്ടി അധ്വാനിപ്പാൻ ഒരുക്കമുള്ളവരെ തമ്പുരാൻ തേടുകയാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, അടിയനിതാ. പറ, അടിയനിതാ. ഉഴപ്പന്മാർ വീട്ടിലിരിക്കട്ടെ, അധ്വാനികൾ ഉണർവിന്റെ സ്തോത്രം വയൽ പ്രദേശത്ത് നിൽക്കട്ടെ. ദൈവം നിങ്ങളെ കൊയ്ത്തിന്റെ മെഷീനായി പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. അങ്ങനെ കർത്താവ് ഈക്കര കടന്നു വന്നപ്പോൾ ഇതാ യായിറോസ് എന്ന് പറയുന്നതായ സ്തോത്രം ഒരു പള്ളിപ്രമാണി വന്ന് അവന്റെ പാദത്തിൽ വീഴുന്നു. മർക്കോസ് 5. യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി യേശു കർത്താവിന്റെ പാദത്തിൽ വീഴുന്നു. 12 വയസ്സ് പ്രായമുള്ളതായ എന്റെ മകൾ ഇതാ അത്യാസന ആയിരിക്കുന്നു. 12 ഇന്ന് യായിറോസ് പറഞ്ഞപ്പോ ഞാൻ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കാരണം 12-ാം വയസ്സിൽ കർത്താവിന്റെ മേൽ വീണതായ തലീത് യേശുവിന്റെ ചുമലിൽ ഉണ്ട്. സ്തോത്രം. 12-ാം വയസ്സിൽ അതെ യേശുവിന്റെ പുറത്ത് വീണതായ തലീതുമായി പ്രേയർ ഷാളുമായി 12 ശിഷ്യന്മാരുമായി യേശു 12 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ ഇതാ പുറപ്പെടുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കും, 12-ാം വയസ്സിൽ തന്റെ തോളിൽ വീണതായ പ്രേയർ ഷാളുമായി തലീതുമായി സ്തോത്രം 12 ശിഷ്യന്മാരോടുകൂടെ 12 വയസ്സ് പ്രായമുള്ളതായ ആ പെൺകുട്ടിയെ ജീവിപ്പിക്കേണ്ടതിന്, സൗഖ്യമാക്കേണ്ടതിന് യേശു പുറപ്പെട്ടു. അടുത്തിരിക്കുന്നവർ നോക്കി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, അതൊരു 12-ന്റെ ദിനമാണ്. പെട്ടെന്ന് പറഞ്ഞേ, അതൊരു 12-ന്റെ ദിനമാണ്. അതൊരു 12-ന്റെ ദിനമാണ്. 12-ാം വയസ്സിൽ ലഭിച്ച സ്തോത്രം പ്രേയർ ഷാള്, അതേ 12 ശിഷ്യന്മാര്. 12 എന്ന് പറയുന്നത് അധികാരം, പ്രാർത്ഥനിക്കുന്നവന് ലഭിക്കുന്ന അധികാരം. സ്തോത്രം പ്രേയർ ഷാളുമായി 12 ശിഷ്യന്മാരുമായി 12 വയസ്സ് പ്രായമുള്ളതായ അത്യാസന്ന അവസ്ഥയിൽ കിടക്കുന്നതായ ആ കുഞ്ഞിനെ ജീവിപ്പാൻ യേശു കർത്താവ് ഇതാ ചലിക്കുമ്പോൾ 12 വർഷക്കാലമായി രക്തസ്രവമുള്ളവൾ യേശുവിനെ കുറിച്ച് കേട്ടു. 12-ാം വയസ്സിൽ ലഭിച്ച പ്രേയർ ഷാൾ, 12 ശിഷ്യന്മാർ, 12 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി, 12 വർഷം ഉള്ളതായ രോഗ. സ്തോത്രം. തിരുവചനം പറയുന്നു, എവിടെയാണോ പ്രാർത്ഥനയുടെ അധികാരമുള്ളത് അവിടെ ദൈവകൃപയാൽ അത്ഭുതമുണ്ട്. എവിടെയാണോ പ്രാർത്ഥനയുടെ അധികാരമുള്ളത്, എവിടെയാണോ പ്രാർത്ഥനയുള്ളത് അവിടെ അത്ഭുതമുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവകൃപയാൽ എനിക്ക് കർത്താവിന്റെ 2ാമത്തെ വരവോ, കത്തുന്ന നരകമോ, തേജസ്സിന്റെ സ്വർഗമോ, എസ്കറ്റോളജിക്കൽ വ്യൂയോ ഒക്കെ പറവാന്തക്കൊണ്ട് കഴിയും. പക്ഷേ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഭ ചെയ്യേണ്ടത് മുട്ടുമടക്ക് പ്രാർത്ഥിക്കുക. മുട്ടുമടക്ക് പ്രാർത്ഥിക്ക്. സ്തോത്രം. നിന്റെ ഗിയർ ചേഞ്ച് ചെയ്ത് സ്തോത്രം പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ അന്ത്യകാലത്തെ സഭ സ്തോത്രം പ്രസംഗം കേൾക്കുന്ന സഭയല്ല. കർത്താവ് പറഞ്ഞു, ഇതൊക്കെയും സംഭവിക്കുമ്പോൾ നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിപ്പിൻ. കൊറോണ കഴിഞ്ഞതിന് ശേഷം എന്ത്, കൊറോണയുടെ അടുത്ത വേവ് എന്ത്? Come on, who cares about that? സ്തോത്രം. അതേ, അന്തിക്രിസ്തുവിനേക്കാൾ വലിയവനാണ് സത്യക്രിസ്തു. ദുരാത്മാവിനേക്കാൾ വലിയവനാണ് സ്തോത്രം അതേ പരിശുദ്ധാത്മാവ്. സാത്താനേക്കാൾ വലിയവനാണ് ദൈവം. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടത് കൊറോണയല്ല, നീ ഭയപ്പെടേണ്ടത് അന്തിക്രിസ്തുവിനെയല്ല, നീ ഭയപ്പെടേണ്ടത് ദൈവത്തെ അത്രേ.
അതുകൊണ്ട് ജനം ഉണർന്നും പ്രാർത്ഥിച്ചുമിരിക്കട്ടെ. ജനം ഉണർന്നും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വെളിപ്പെടുന്നത് ദൈവിക അധികാരവും ദൈവിക അത്ഭുതവുമാണ്. എവിടെയാണോ ദൈവത്തിന്റെ ജനം സ്തോത്രം ഉണർന്നും പ്രാർത്ഥിച്ചും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്, അവിടെ ദൈവകൃപയാൽ അത്ഭുതം നടക്കുക. ചില നാളുകൾക്ക് മുമ്പ് സ്തോത്രം ഒരു ഹോസ്പിറ്റൽ വാർഡിൽ ഒരു പ്രയർ ടീം കടന്നുപോയി. ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി കടന്നുപോയതാ. ആ ഹോസ്പിറ്റൽ സ്തോത്രം കടന്നുപോയി. ഒരു 10-12 പേരുണ്ടായിരുന്നു. ഓരോ ബെഡിൻ്റെ അരികിലേക്ക് പോയി ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ട, സോറി ഒന്ന് മാറിപ്പോയാട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ട. ബാക്കി എല്ലാവർക്കും വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അവർ ആശ്വാസം പ്രാപിച്ചു. സ്തോത്രം 2 ദിവസം കഴിഞ്ഞ് ആ പ്രയർ ടീം ഈ പ്രകാരം പറഞ്ഞു, ആ പ്രാർത്ഥനാ ടീം ഇങ്ങനെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയല്ലോ, അവരെങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആർക്കൊക്കെയാണോ പ്രാർത്ഥിച്ചത്, ആരൊക്കെയാണോ പ്രാർത്ഥന ഏറ്റെടുത്തത്, 100% എല്ലാവരും സൗഖ്യമായി വീട്ടിൽ പോയി. സ്തോത്രം. പക്ഷേ ഈ പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ഇവരെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അയ്യോ ഹലോ ഒന്ന് വരണേ ഒന്ന് സഹായിക്കണമേ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച സകലരും സൗഖ്യമായി വീട്ടിൽ പോയി. പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞ ഞാനിതാ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. മനസ്സിലായ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എവിടെയാണോ പ്രാർത്ഥിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കുക. ഈ ദിവസങ്ങൾ കാത്തിരുന്നാട്ടെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ ഒരു പാരസെറ്റമോളിന് പോലും പോകാതെ ദൈവത്തിന്റെ കൃപയാൽ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ കൃപയാൽ അത്ഭുതങ്ങൾ നടക്കുക. നോക്കണമേ, വേദപുസ്തകം പറയുന്നു, യായിറോസ് ആകട്ടെ, ഈ രക്തസ്രവക്കാരിയായ സ്ത്രീയാകട്ടെ, സ്തോത്രം, 2 പേരുടെയും പ്രശ്നം ഒരുപോലെയാണ്. മനുഷ്യർ പറഞ്ഞിരിക്കുന്നു ഇനി രക്ഷയില്ല. സ്തോത്രം. ആ സ്ത്രീയെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞ് മുന്നിലേക്ക് കടന്നു പോകട്ടെ. 12 വർഷമായി അവൾ കഷ്ടപ്പെടുകയാണ്. 12 വർഷം അർത്ഥം 12 ഗുണം 12 144 മാസങ്ങൾ അവൾ കഷ്ടപ്പെടുകയാണ്. കഷ്ടപ്പാടിന്റെ 144 മാസങ്ങൾ. വീണ്ടും എത്ര ആഴ്ചയാണ്? 624 ആഴ്ച അവൾ കഷ്ടതയിൽ ആയിരിക്കുകയാണ്. 624 ആഴ്ചയുടെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ 144 മാസത്തിന്റെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ 12 വർഷത്തിന്റെ കഷ്ടപ്പാട്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കഷ്ടപ്പാടിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നിന്റെ കഷ്ടപ്പാടിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നിന്റെ കഷ്ടപ്പാട് തീരുന്ന ഒരു കാലം ഉണ്ട്. എല്ലാറ്റിനും ദൈവത്തിന് ഒരു കാലമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്ക്, നിന്റെ കണ്ണുനീരുകൾക്ക്, നിന്റെ വെല്ലുവിളികൾക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സ്തോത്രം. എവളെ ഇതാ, അതെ, നീ തൊടാൻ പാടില്ല, നീ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ പ്രമാണം പറഞ്ഞ് അവളെ ഇത് ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അത് കാണുവാൻ കഴിയും. സ്തോത്രം. ഈ മാരകമായ അശുദ്ധ രോഗം ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ അവൾ തൊടുന്നത് എല്ലാം അശുദ്ധമാണ്. അവൾ ഇരിക്കുന്ന ചെയർ അശുദ്ധമാണ്. അവൾ കിടക്കുന്നതായ കിടക്ക അശുദ്ധമാണ്. അവൾ പാർക്കുന്നതായ വീട് അശുദ്ധമാണ്. സമൂഹം മുഴുവൻ, സ്തോത്രം, അതെ, നീ ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ അശുദ്ധരാകുമെന്ന് പറഞ്ഞ് അവൾ ഇതാ ഒറ്റപ്പെടുത്തി ജീവിക്കുന്നു. നീ അത് തൊടാൻ പാടില്ല, നീ അത് പറയാൻ പാടില്ല, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആരോ ഇന്ന് വീട് ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. വീട്ടിൽ ആരോ ഒറ്റപ്പെട്ടിരിക്കുന്നു. ബന്ധുക്കളെ നടുവിൽ ആരോ ഒറ്റപ്പെട്ടിരിക്കുന്നു. ആരോ ജീവിതത്തിന്റെ പല റോഡുകൾ തകർക്കപ്പെട്ട, പാലങ്ങൾ തകർക്കപ്പെട്ട് ഐലൻഡായി ഒറ്റപ്പെട്ടിരിക്കുന്നു. അതേ, ലക്ഷദ്വീപ് ഭാരതത്തോട് ചേർന്ന് കിടന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. പക്ഷേ അതൊരു ഐലൻഡ് ആയതുകൊണ്ട്, അതൊരു ദ്വീപായതുകൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ട്. ഇന്ന് പകൽക്കാലം മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാതെ, ബന്ധുക്കളുമായി, നല്ല സഭയുമായി, ദൈവമക്കളുമായി കണക്ട് ചെയ്യാതെ, ദൈവദാസന്മാരെ കണക്ട് ചെയ്യാതെ, സ്തോത്രം, ഐലൻഡായി കിടക്കുന്നവരെ, നിങ്ങൾക്ക് കുഴപ്പമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു സ്തോത്രം, അതേ ശബ്ദം ഞാൻ വിളിച്ചു പറയട്ടെ, യേശു നിന്റെ വഴി ഇതാ കടന്നു വരികയാണ്.
നിന്റെ കുഴപ്പം തീർക്കാൻ. അയ്യോ എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് കരയുന്നു, ഞാൻ ഒറ്റയ്ക്ക് വേദനിക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് നെടുവേർപ്പെടുന്നു എന്ന് പറയുന്നവരെ യേശു നിന്റെ വഴിയെ കടന്നു വരുന്നു. ഞാൻ ഫിസിക്കൽ പ്രോബ്ലം മാത്രമല്ല പറയുന്നത്, നിന്റെ ഇന്റേണലി, നിന്റെ ആന്തരികമായി നിനക്കൊരു ബ്ലീഡിംഗ് ഉണ്ട്. നിന്റെ ഹൃദയം തകർന്ന് നീ ബ്ലീഡിംഗിലാണ്. ബ്രദർ, പിതാവേ, ബോയ്, നിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. സ്തോത്രം. നോട്ട് ഓൺലി ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഫീമെയിൽ അൺക്ലീൻ സിക്നസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഏതോ പ്രശ്നം വന്ന് ഉടച്ചിട്ട് നിന്റെ അകത്ത്, സ്തോത്രം, നിന്റെ ഹൃദയം തകർന്ന് നീ രക്തമൊഴുക്കുകയാണ്. മുറിവുള്ളവനായി നീ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു, തകർന്നവനായി നീ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു. അതേ, റോങ് പീപ്പിൾ നിന്റെ ലൈഫിലേക്ക് കയറി വന്ന് നീ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, നീ ഉടഞ്ഞിരിക്കുന്നു. പക്ഷെ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. നീ ഒറ്റയ്ക്കല്ല റൂമിലായിരിക്കുന്നത്, യേശു നിന്റെ അരികിൽ ഉണ്ട്. In Jesus name. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. തിരുവചനം പറയുന്നു, അങ്ങനെ ഒറ്റപ്പെട്ടായിരുന്നവൾ കാര്യം വ്യത്യാസപ്പെട്ടത്. She heard about Jesus. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. ആര് പറഞ്ഞു എനിക്കറിയത്തില്ല, എങ്ങനെ കേട്ടു എനിക്കറിയത്തില്ല. സ്തോത്രം. യേശുവിനെ കുറിച്ച് കേട്ടു. അത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം നല്ല വർത്തമാനം പലരും കേൾക്കത്തില്ല, പൊല്ലാത്ത വർത്തമാനം മാത്രമേ പലരും കേൾക്കത്തുള്ളൂ. നല്ല വർത്തമാനം പതുക്കെ വരത്തുള്ളൂ, പൊല്ലാത്ത വർത്തമാനമാണ് പലരും കേൾക്കുന്നത്. എന്നാൽ വേദ പുസ്തകം പറയുന്നു, മത്തായി സുവിശേഷം 4:24, ഇന്റർനാഷണൽ ലെവൽ സിറിയയിൽ പോലും വേറൊരു രാജ്യമാണ്, മറ്റൊരു രാജ്യമാണ്, സിറിയയിൽ പോലും അവനെ കുറിച്ചുള്ള ശ്രുതി കേട്ടു. ഇൻ ജീസസ് നെയിം. നിന്നെ കുറിച്ച് ദുശ്രുതി പറഞ്ഞ ജനത്തിന്റെ നടുവിൽ നിന്നെ കുറിച്ചൊന്ന നല്ല വർത്തമാനം ഈ ദിവസത്തിൽ കർത്താവ് പുറത്തെടുക്കുവാൻ പോകുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഗുഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്. അവൾ കേട്ടു ഗുഡ് ന്യൂസ്, അവൾ കേട്ടു ഗുഡ് ന്യൂസ്. അവൾ ദൈവത്തിന്റെ ഗുഡ് ന്യൂസ് കേട്ടപ്പോൾ, യേശുവിനെ കുറിച്ചുള്ള ഗുഡ് ന്യൂസ് കേട്ടു. അവൾ കേട്ടത് കർത്താവ് കടൽ മുകളിൽ നടന്നതായിരിക്കാം, അവൻ ചെയ്തതായി ഫുഡ് മിറക്കിൾ ആയിരിക്കാം, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായിരിക്കാം, കുഷ്ഠരോഗിയെ തൊട്ടതായിരിക്കാം. അവൾ ഇപ്രകാരമാണ് സ്തോത്രം പറഞ്ഞത്, ഇത് എന്റെ ദിനമാണ്, ഇത് എന്റെ ദിനമാണ്, ഇത് എന്റെ ദിനമാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം, ദൈവകൃപയാൽ ദൈവത്തിന്റെ ജനം തിരിച്ചറിയണം, ഇത് എന്റെ കാലമാണ്, ഇതെന്റെ കാലമാണ്. പറ, ഇതെന്റെ കാലമാണ്. പറ, ഇത് എന്റെ ആഴ്ചയാണ്, ഇതെന്റെ ആഴ്ചയാണ്. വാതർക്കോ, ശബ്ദം കൂട്ടോ, വോളിയം കൂട്ടോ. ഫോണിന്റെ വോളിയം അല്ല, ടാബിന്റെ വോളിയം അല്ല, ടിവിയുടെ വോളിയം അല്ല, നിന്റെ വോളിയം കൂട്ടി പറ, ഇത് എന്റെ ആഴ്ചയാണ്, ഇത് എന്റെ മാസമാണ്, ഇതെന്റെ മാസമാണ്. 2021 എന്റെ വർഷമാണ്. സ്തോത്രം. എന്നാൽ സാത്താൻ ചെയ്യുന്ന ഒരു പ്രത്യേക പദമുണ്ട്, പിശാചിന്റെ അടവെന്ന് പറയുന്ന ഒരു പ്രത്യേക സ്തോത്രം, അതെ, അടവുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ. സ്തോത്രം. അതെ, നീട്ടിവെക്കൽ എന്നാണ് അതിന്റെ അർത്ഥം. നീട്ടിവെക്കൽ. വിടുതൽ നീട്ടിവെക്കുന്നു, അനുഗ്രഹം നീട്ടിവെക്കുന്നു, ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് നീട്ടിവെക്കുന്നു, മാരേജ് ഫിക്സ് ചെയ്യുന്നത് നീട്ടിവെക്കുന്നു, പലതും നീട്ടിവെക്കുന്നു. പ്രോക്രാസ്റ്റിനേഷൻ, പലതും നീട്ടിവെക്കുന്നു. എന്നാൽ യേശുവിന്റെ നാമത്തിൽ every spirit of procrastination I rebuke you in Jesus name. എല്ലാം നീട്ടിവെക്കുന്ന അവധികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇനി മേലാൽ നിനക്കൊരു നീട്ടിവയ്പ് ഇല്ല. പകരം ഇന്ന് പകൽ എനിക്ക് പറയാനുള്ള ദൂത്, this is the day and now is the time. ഇതാണ് ദിവസം, ഇപ്പോഴാകുന്നു സമയം. ഇതാണ് ദിവസം, ഇപ്പോഴാകുന്നു സമയം. വിശ്വസിക്കുന്ന 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. വിശ്വസിക്കുന്നവൻ പറയുക, സ്തോത്രം. ഇതാണ് ദിവസം, ഇപ്പോഴാണ് സമയം. സങ്കീർത്തനക്കാരൻ പറയുന്നു, this is the day that the Lord has made and we will be rejoice and be glad in it. ഓ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയും, ഇത് എന്റെ ദിനമാണ്. ചൊവ്വാഴ്ച കെട്ടിയ പിശാചാണെങ്കിൽ, വെള്ളിയാഴ്ച കെട്ടിയ അന്ധകാരമാണെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ അത് എരിയുകയാണ്. ഈ ദൂതിന്റെ മുൻപിൽ ആ തടസ്സങ്ങളെ ഇടയുന്ന, ആ വഴിയിൽ തടയുന്ന മന്ത്രവാദ ശക്തികൾ, ആ ഡിലേ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീയിൽ എരിഞ്ഞു മാറുന്നു. ഇനി ഒരു മാറ്റിവയ്പില്ല. സടകുടഞ്ഞെഴുന്നേൽക്ക്, ഇത് നിന്റെ ദിനമാണ്.
അവൾ കേട്ടു. യേശു കർത്താവിനെ കുറിച്ച് അവൾ കേട്ടു. മനുഷ്യൻ പറഞ്ഞതുപോലെ കേട്ടിട്ടുണ്ട്. മനുഷ്യൻ പറഞ്ഞത് അടങ്ങി ഒതുങ്ങി ആ വീട്ടിലിരുന്നോളാം, ഇതിൽ നിന്നും പുറത്തിറങ്ങല്ല. സ്തോത്രം. നീ സമൂഹം നിന്നെ കാണല്ല, ആരെയും നീ തൊടല്ല. തൊട്ട് കഴിഞ്ഞാൽ അവനും കുഴപ്പമാണ്. കാരണം നീയേ കുഴപ്പത്തിന്റെ സമാഹാരമാണ്. നീ കുഴപ്പത്തിന്റെ ആകെ മൊത്തം ടോട്ടലാണ്. നീ വല്ലോരെയും തൊട്ടാൽ അവനും സ്തോത്രം അശുദ്ധനാണ്. അതുകൊണ്ട് നീ അടങ്ങി ഒതുങ്ങി ഇരിക്കണം. എന്നാൽ അവൾ പറഞ്ഞു, നോവേ, ഇത് എൻ്റെ ദിനമാണ്. സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട നേരമാണ് ഇത് ഒതുങ്ങിയിരിക്കേണ്ട നേരമല്ല. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ ലോക്ക്ഡൌൺ നീണ്ടിരിക്കുന്നു എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ ആത്മമണ്ഡലത്തിൽ ആരെങ്കിലുമൊക്കെ എഴുന്നേൽക്കട്ടെ. ആരും മിണ്ടുന്നില്ല. ആത്മമണ്ഡലത്തിൽ ആരെങ്കിലുമൊക്കെ എഴുന്നേൽക്കട്ടെ. ആത്മമണ്ഡലത്തിൽ ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റ് പറയട്ടെ, ഇത് ക്ഷാമത്തിന്റെ കാലമാണ്. മറ്റവന്റെ ബിസിനസ്സിൽ ഒന്നും നടക്കുന്നില്ല, മറ്റുള്ളവന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഒന്നും നടക്കുന്നില്ല, മറ്റുള്ളവന്റെ ജീവിതത്തിൽ സകല നന്മകൾ അടഞ്ഞു കിടക്കുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം നിന്റെ ദൈവം നിന്നെ നോക്കി ഒരു ദൂത് പറയുന്നു, നീ മറ്റുള്ളവരെ പോലെയല്ല. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു കൊയ്ത്ത്, മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു കൊയ്ത്ത് ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിന്റെ ദൈവം വാഗ്ദത്തം നൽകുന്നു. ക്ഷാമകാലമായിരിക്കാം. 2021 ഇസഹാക്കുമാർ എഴുന്നേൽക്കട്ടെ. ക്ഷാമകാലത്ത് ഇസഹാക്ക് എഴുന്നേറ്റ് വിതച്ചു. ആ ആണ്ടിൽ അവന് 100 മേരി കൊയ്ത്ത് ലഭിച്ചു എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റാണ്. അവിടുത്തെ ആ സ്തോത്രം എഴുന്നേറ്റ്. മനുഷ്യൻ പറഞ്ഞത് സ്തോത്രം അവൾ അവഗണിച്ച്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ മനുഷ്യൻ പറഞ്ഞത് മുഴുവൻ അവഗണിച്ചാട്ടെ. മനുഷ്യൻ പറഞ്ഞതുപോലെ സംഭവം നടന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ തട്ടിപ്പോകുമായിരുന്നു. ഒരിക്കൽ കൂടെ, മനുഷ്യൻ പറഞ്ഞത് നടന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ തകർന്നു പോകുമായിരുന്നു. മനുഷ്യൻ പറയുന്നത് പോലെയല്ല നിന്റെ ജീവിതം നടക്കുവാൻ വേണ്ടി പോകുന്നത്. ദൈവം ഡിസൈൻ ചെയ്തതുപോലെ, ദൈവം ഡിസൈൻ ചെയ്തതുപോലെ. അടുത്തിരിക്കുന്നത് നോക്കി പറ, ശുഭകരമായ ഭാവി വരാൻ പോവാ. പറഞ്ഞേ, ശുഭകരമായ ഭാവി വരാൻ പോവാ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമെന്നാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന അധോഗതി എന്നല്ല തിരുവചനം പറയുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന സ്തോത്രം തകർച്ച എന്നല്ല തിരുവചനം പറയുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന സ്തോത്രം അതേ അപകടം എന്നല്ല ദൈവവചനം പറയുന്നത്. ഈ ദൂതിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പോയി എൻ്റെ ജനത്തോട് പറ, പല ആക്സിഡന്റുകളെ എനിക്ക് ആ വീട്ടിൽ നിന്ന് ക്യാൻസൽ ചെയ്യുവാനുണ്ട്. ആർക്ക് വേണം? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. ചില ആക്സിഡന്റിനെ ആ വീട്ടിൽ നിന്ന് എനിക്ക് ക്യാൻസൽ ചെയ്യുവാനുണ്ട്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇതുവരെ കേട്ടിട്ടില്ല, ചില വീടുകളിൽ നിന്ന് പോസ്റ്റ്മോർട്ടം എനിക്ക് ക്യാൻസൽ ചെയ്യുവാനുണ്ട്. എത്ര പേർ ആമേൻ പറയുന്നു? ചില വീടുകളിൽ നിന്ന് പോസ്റ്റ്മോർട്ടം എനിക്ക് ക്യാൻസൽ ചെയ്യുവാനുണ്ട്. കമോൺ, ഹല്ലേലൂയ. എഴുതി ചേർക്ക്, കീമോതെറാപ്പി നിന്റെ വീട്ടിൽ നിന്ന് ഇന്ന് പകൽക്കാലം കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. നീ മനുഷ്യന്റെ കയ്യിൽ വീഴുകയില്ല, പകരമാണ് പടുത്തുള്ള ദൈവത്തിന്റെ കരത്തിൽ നീ സുരക്ഷിതൻ ആയിരിക്കും. മനുഷ്യന്റെ കയ്യിൽ നീ വീഴുകയില്ല. സ്തോത്രം. മനുഷ്യന്റെ അഭിപ്രായത്തെ വിട്ട് അവിടുത്തെ എഴുന്നേറ്റ് സ്തോത്രം. മനുഷ്യന്റെ അഭിപ്രായത്തെ കേട്ടുനിന്ന് യായിറോസിനോടും കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യും. ഈ രണ്ട് പാർട്ടികൾക്കും ഭയം ഉണ്ടായിരുന്നേ. ഈ സ്ത്രീക്കും ഭയം ഉണ്ടായിരുന്നു, യായിറോസിനും ഭയമുണ്ടായിരുന്നു. സ്തോത്രം. ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാട്ടെ. സ്തോത്രം. ആ സ്ത്രീക്കുണ്ടായിരുന്ന എന്തൊക്കെയാണ് ഇമോഷണൽ പ്രോബ്ലം, അതേപോലെയുള്ള പ്രോബ്ലം തന്നെ സ്തോത്രം യായിറോസിനും ഉണ്ടായിരുന്നു. എക്സാക്ട്ലി അതേപോലെ രണ്ടുപേരും ഭയന്നിരുന്നവരാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം ഭയന്നിരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. അയ്യോ, അവർക്കൊക്കെ വന്നു കേട്ടോ, മറ്റവർക്കും വന്നു കേട്ടോ. മറ്റേ പുള്ളി ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് മറ്റേ കല്യാണത്തിൽ, ആ പുള്ളി തട്ടിപ്പോയി കേട്ടോ. നമ്മൾ പിടിച്ചു നോക്കുകയാണ്, എനിക്കും വന്നോ, എൻ്റെ തൊണ്ടയ്ക്കും ഏതാണ്ട് കിച്ച് തോന്നുകയാണ്. സ്തോത്രം. എനിക്കും വന്നോ. ഭയന്ന് ജീവിക്കുന്നവർ, നീ ജീവിക്കുന്നത് ഭയന്നല്ല ജീവിക്കേണ്ടത്, നീ ധൈര്യത്തിലാണ് ജീവിക്കേണ്ടത്. ലോകത്തിൽ ധൈര്യമുള്ള ഒരേ ഒരു പാർട്ടിക്കാരേ ഉള്ളൂ. ഇന്ത്യൻ എയർഫോഴ്സ് അല്ല, ഇന്ത്യൻ നേവി അല്ല, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ദൈവത്തിന്റെ മക്കൾ. കാരണം 2 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു. 2 തീമോഥെയോസ് 1:7 വായിക്കുമ്പോൾ സ്തോത്രം ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ് കർത്താവ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ധൈര്യമായിരിക്കുക. സകല ഭയം വിട്ടുപോകട്ടെ, പകരം ദൈവിക ധൈര്യം ഈ ജനത്തിൽ ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെടുമാറാകട്ടെ. സകല സ്തോത്രം അധൈര്യങ്ങൾ മാറിപ്പോകട്ടെ, പകരം ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം
സ്തോത്രം അതെ ദൈവകൃപയാൽ ധൈര്യം കടന്നു വരട്ടെ. ഹല്ലേലൂയ. ലോങ് ടൈം സഫറിംഗ് ആണ് ഈ ലേഡിക്ക്. മകളെ കുറിച്ച് സ്തോത്രം ഭാരപ്പെട്ടാണ് അതെ യായിറോസ് നിൽക്കുന്നത്. നാച്ചുറലി രണ്ടുപേരും നോക്കുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നമാണ് നിരുത്സാഹ. ഇത്രയും വർഷമായി കരയുന്നു, ഇത്രയും വർഷമായി വേദനിക്കുന്നു, ഇത്രയും വർഷമായി സ്തോത്രം അതെ ഇങ്ങനെയായിരിക്കുന്ന നിരുത്സാഹം. ഒന്നിനും ഒരു ഉത്സാഹമില്ല, ഒന്നിനും ഒരു ഉത്സാഹമില്ല. സ്തോത്രം യുവാക്കളിൽ പോലും ഇന്ന് വ്യാപരിച്ചിരിക്കുന്ന പല കാര്യമാണ്. ഒന്നിനും ഒരു ഉത്സാഹമില്ല. താമസിച്ചാണ് ഉറക്കണിയുന്നത്, സ്തോത്രം താമസിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിയിരിക്കുന്നു. ഒന്നിനും ഒരു സ്തോത്രം ഉത്സാഹമില്ല, നിരുത്സാഹ. എഴുതിയെടുത്ത് കാണാതെ പഠിക്ക്. നിരാശയുടെ മകളാണ് നിരുത്സാഹം. നിരാശയുടെ മകളാണ് നിരുത്സാഹം. എഴുതിയെടുക്ക. സ്തോത്രം. സെക്കൻഡ് ജനറേഷൻ എഴുന്നേൽക്ക്. അമ്മയുടെ പേര് നിരാശ, മകളുടെ പേര് സ്തോത്രം നിരുത്സാഹം. അതെ, നിരാശയുടെ പേരാണ് നിരുത്സാഹം. ഓ സ്തോത്രം. ഡിസ്കറേജ്മെന്റ് ഈസ് ദ ഡോട്ടർ ഓഫ് ഡിപ്രഷൻ. നിരാശയുടെ മകളാണ് സ്തോത്രം അതെ നിരുത്സാഹം എന്ന് പറയുന്നത്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ഇന്ന് പകൽക്കാലം സകല നിരുത്സാഹം മാറിപ്പോകട്ടെ, പകരം ഉത്സാഹം വ്യാപരിക്കട്ടെ. ഉത്സാഹത്തിന്റെ ആത്മാവാണ് പരിശുദ്ധ ആത്മാവ്. 3-4 ദിവസമായി കർത്താവ് കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുക. പക്ഷെ യേശു യായിറോസ് വന്ന് വിളിച്ചപ്പോൾ കുറച്ച് ഉറങ്ങിയിട്ട് വരാം എന്നല്ല പറഞ്ഞത്. സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ട് നിന്റെ മോളെ വന്ന് നോക്കാം എന്നല്ല പറഞ്ഞത്. അവർ നിരുത്സാഹം മാറ്റിവെച്ച് ഉത്സാഹത്തോടെ കർത്താവ് പോകുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ അടുക്കലേക്ക് ഉത്സാഹത്തോടെ ഇരുന്നാണ്. ആ വീട്ടില് ഈ ദൂത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്തോത്രം അതെ ചുവര് ചാരിയിരിക്കുന്ന ആൾക്കാരെ നോക്ക്. ചുവരിൽ ചാരി കാലൊക്കെ നീട്ടിയിട്ട് കഴിഞ്ഞ 14 മാസമായി. ഞായറാഴ്ചയാണോ പുള്ളി അവിടെ തന്നെ കാണും. ആ ചുവരിൽ സ്തോത്രം അതെ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വ്യക്തിയോട് ചോദിച്ചാട്ടെ, ബുൾഡൗസറിനെ പഠിക്കുകയാണോ? ആ വ്യക്തിയോട് ചോദിക്കുക, ബുൾഡൗസറിനെ പഠിക്കുകയാണ്. കാരണം ബുൾഡൗസർ വന്ന് ചുവരെങ്ങനെ ഇടിച്ചിടാൻ പറ്റുമെന്ന് ചോദിക്കുന്ന പോലെ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഇന്ത്യയുടെ മാപ്പ് പോലെ ആ ശരീരത്തിൻ്റെ അഴുക്ക് നിങ്ങൾക്ക് കാണുമെന്ന് ഗുണം കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. നിരുത്സാഹികൾ യേശുവിൻ്റെ നാമത്തിൽ സകല നിരുത്സാഹം മാറിപ്പോകട്ടെ, പകരം ദൈവത്തിൻ്റെ കൃപയാൽ ഉത്സാഹം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിരുത്സാഹത്തിൻ്റെ ആത്മാവല്ല, അവൻ ഉത്സാഹത്തിൻ്റെ ആത്മാവാണ്. നിരുത്സാഹത്തെ കളഞ്ഞ് ഈ 2 പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം കടന്നു വരുന്ന തീർന്നില്ല. വേദപുസ്തകം പറയുന്നു അവിടെ ചുറ്റുപാടിന്റെ കണ്ടീഷനെ അവർ മറന്നു. സ്തോത്രം. അതാ കുഞ്ഞ് മരിക്കുന്ന യായിറോസ് എന്ന് കേൾക്കുന്നു, കുഞ്ഞ് മരിച്ചു എന്ന് കേൾക്കുന്നു. ഇവൾ പറയുന്നത് തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമെല്ലാം വാർന്നുപോയി, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നുപോയി, എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. അതാണ് അവളുടെ അവസ്ഥ. കാരണം തിരുവചനം പറയുന്നു, ലേവ്യ പുസ്തകം 17-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യരുടെ ജീവൻ രക്തത്തിലാകുന്നു. പറഞ്ഞാട്ടെ ജീവൻ രക്തത്തിൽ ആകുന്നു. ജീവൻ എവിടെയാണ് ആയിരിക്കുന്നത്? ജീവൻ ഓക്സിജൻ സിലിണ്ടറിലല്ല, ജീവൻ സ്തോത്രം ICUലല്ല, ജീവൻ വെന്റിലേറ്ററിലല്ല, ജീവൻ രക്തത്തിലത്രേ ആയിരിക്കുന്നത്. 144 മാസമായി അവളുടെ ജീവനത സ്തോത്രം വാർന്നുകൊണ്ടിരിക്കുന്നു. ആരോ പറയുന്നു സ്തോത്രം കുറെ വർഷങ്ങളായി എൻ്റെ ജീവിതം ഇതാ വാർന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ ഭാവി നന്മകൾ ഇതാ വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ എന്ന നഷ്ടപ്പെട്ടത് തിരികെ നൽകുവാൻ യേശു നിന്റെ അരികിലുണ്ട്. സൺഡേ സ്കൂൾ സ്റ്റോറി. കർത്താവ് യേശു ക്രിസ്തു 12 ശിഷ്യന്മാരും അതിൻ്റെ ശുശ്രൂഷയെ സഹായിക്കുന്നതായ സ്ത്രീകൾ, ലൂക്കോസ് 8:1-2 അനുസരിച്ച് അതിൻ്റെ ശുശ്രൂഷയെ സഹായിക്കുന്ന ചില സ്ത്രീകളുമായി യേശു കർത്താവ് ഇതാ തിരക്കോടെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ചുറ്റും സ്തോത്രം ആൾക്കാരുണ്ട്, അവിടെ ചുറ്റും ശിഷ്യന്മാരുണ്ട്. ഇക്കാലത്തെ ന്യൂ ജനറേഷൻ പ്രീച്ചേഴ്സ് എവിടെയെന്ന് ആർക്കും അറിയത്തില്ല. പുള്ളിയെ വിളിച്ചാൽ കിട്ടത്തില്ല, പുള്ളി എവിടെയാണെന്ന് അറിയത്തില്ല. അദ്ദേഹം ആക്സസിബിൾ അല്ല. മനുഷ്യൻ ദൈവമാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സ്തോത്രം. അവന് പലപ്പോഴും കിട്ടത്തില്ല. പക്ഷേ സ്തോത്രം യേശു കർത്താവ് അങ്ങനെയല്ല. യേശു കർത്താവ് ആക്സസിബിൾ ആയിരുന്നു. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ നടുവിൽ, സ്തോത്രം പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് ഹീസ് എ പീപ്പിൾ പേഴ്സൺ. സ്തോത്രം. സോ അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു എൻ്റെ ചുറ്റും 12 ശിഷ്യന്മാരുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സ്തോത്രം. അവൻ്റെ ചുറ്റും അതേ ശിഷ്യന്മാരുണ്ട്, അവൻ്റെ ചുറ്റും ശുശ്രൂഷയെ സഹായിക്കുന്ന സ്ത്രീകളുണ്ട്, പ്ലസ് അവർക്ക് പുറത്ത് സ്തോത്രം അതേ പുരുഷാരമുണ്ട്. 12 ശിഷ്യന്മാരുണ്ട്, അതേ സ്ത്രീകളുണ്ട്, അതേ അവർക്ക് പുറത്ത് വലിയ പുരുഷാരമുണ്ട്. ഏവരുമായി ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിരുത്സാഹത്തിൽ അവൾ മാറി നിന്നില്ല, ഉത്സാഹത്തോടെ അവൾ കടന്നു വന്നു. കേൾക്കണമേ സഹോദരങ്ങളെ. അങ്ങനെ ഉത്സാഹത്തോടെ ഈ രക്തരസവക്കാരി കടന്നു വന്ന് അവൾ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. അർത്ഥം സ്തോത്രം ഇതാണ് തൊങ്ങൽ. സ്തോത്രം. ഈ നീല
ചരട്, ഇതാണ് ആ തൊങ്ങൽ. ഇതെന്താണ് എഴുതിയിട്ടേക്കുന്നത്? ദൈവത്തിൻ്റെ വചനമാണ് എഴുതിയിട്ടേക്കുന്നത്. ഇത് എഴുതിയിട്ടേക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഈ എഴുതി ഇട്ടേക്കുന്നത്. ഇലക്ട്രിസിറ്റിയെ തൊട്ടവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഇലക്ട്രിസിറ്റിയെ തൊട്ടെങ്കിൽ വിവരം അറിയാം. ഇലക്ട്രിസിറ്റിയെ തൊട്ടാൽ സ്തോത്രം വിവരം അറിയാം. സ്തോത്രം. അതെ, കറണ്ടിൽ തൊട്ടാൽ ഷോക്ക് അടിക്കുമെങ്കിൽ വചനത്തിൽ തൊട്ടാൽ ശക്തി വ്യാപരിക്കും. വചനത്തിൽ തൊട്ടാൽ ശക്തി വ്യാപരിക്കുക. വചനത്തിൽ തൊട്ടാൽ ശക്തി വ്യാപരിക്കുക. പുരുഷാർ തിങ്ങി നിൽക്കുമ്പോൾ സ്തോത്രം വഴി ഒരുങ്ങുന്നില്ല. ആരും അവൾക്ക് വേണ്ടി റെഡ് കാർപ്പറ്റ് ഒരുക്കിയില്ല. ആരും ഒരുക്കണ്ട, ആരും തയ്യാറാക്കണ്ട. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നതുണ്ടല്ലോ, വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത വഴിയെ ഉണ്ടാക്കുന്നതാണ് വിശ്വാസം. വഴി ഉണ്ടെങ്കിൽ നടക്കാമെന്ന് പറയുന്നതല്ല വിശ്വാസം. ഇല്ലാത്ത വഴിയെ ഉണ്ടാക്കുന്നതാണ് വിശ്വാസം. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, ചില വഴികൾ ഞാൻ പ്രാർത്ഥിച്ചുണ്ടാകും. ചില വഴികൾ ഞാൻ പ്രാർത്ഥിച്ചുണ്ടാകും. അവരെൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു, അവിടെ വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ഏത് ഓഫീസ് വേണ്ടെന്ന് പറഞ്ഞു, ഏത് കമ്പനി വേണ്ടെന്ന് പറഞ്ഞു, ആരെ താഴ്ത്തിയോ അവിടെ ഞാൻ പ്രാർത്ഥിച്ച് വേക്കൻസി ഉണ്ടാക്കാൻ പോകുന്നു. എൻ്റെ മുഖത്ത്, എൻ്റെ മുൻപിൽ എവിടെയാണോ വാതിൽ അടയപ്പെട്ടത്, അതിനേക്കാൾ ബെറ്ററായ വാതിൽ എന്റെ മുൻപിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. അവൾ കടന്നുപോയി. സ്തോത്രം. വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട്, അവൾ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട്, കേക്ക് അവളുടെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട്, അവൾ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട്. കേക്ക്, എല്ലാവരും എന്നെ നോക്ക്. അവളുടെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോ, അവളുടെ തൊങ്ങൽ തൊട്ടപ്പോ സ്തോത്രം, അതെ, തൊങ്ങൽ തൊട്ടപ്പോ അതെ, എൻകാഷ് നടന്നു. പവർ 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 കർത്താവിൽ നിന്ന് പോയി. പവർ കർത്താവിൽ നിന്ന് പോയി. ഈ ഫോണിൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് സ്തോത്രം ഞാൻ യോജിപ്പിച്ചിട്ടില്ല. എനിക്കൊരു പേഴ്സണൽ അക്കൗണ്ടേ ഉള്ളൂ, വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ. ആ പേഴ്സണൽ അക്കൗണ്ട് നമ്പർ ഒരു വെബ് സ്ട്രീമിന് നമ്മൾ ഈ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടില്ല. റിയലി സ്തോത്രം. അതെ, പൈസ ലാഭോ ഞങ്ങൾ പറയത്തില്ല, ഞാൻ പറയത്തില്ല. സ്തോത്രം. അതെ, അതുകൊണ്ട് എനിക്കൊരു പേഴ്സണൽ അക്കൗണ്ടേ ഉള്ളൂ. അത് ഇതിൽ സപ്പോസ് യോജിപ്പിച്ചിരുന്നു എങ്കിൽ അഭി വന്ന് സ്തോത്രം ഞാൻ അറിയാതെ എൻ്റെ കാർഡ് എടുത്തിട്ട് പോയി 5337 എന്ന് പറഞ്ഞാൽ പിന്നങ്ങിട്ടാൽ, അതല്ല ഞാൻ പറഞ്ഞു തരത്തില്ല. ചിരിച്ചാലും പറഞ്ഞു തരത്തില്ല, കരഞ്ഞാലും പറഞ്ഞു തരത്തില്ല. സ്തോത്രം. അതെ, 5337 എന്ന് പറഞ്ഞാൽ പിന്നിട്ട് 5000 അതെ അഭി എപ്പോൾ വരിക്കുമോ, ആ കൊച്ചപ്പോഴാണോ ഞാൻ അറിയാതെ വരിക്കുന്നത്, അപ്പോൾ തന്നെ ടിങ് ടോങ് എന്ന് പറഞ്ഞ് ഇതിലൊരു മെസ്സേജ് വരും, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 5000 റുപ്പീസ് പോയി. ഓഹോ, അപ്പം ഞാൻ കണക്ട് ചെയ്തിരുന്നാൽ എന്നിൽ നിന്ന്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 5000 റുപ്പീസ് പോയ എനിക്കറിയാം അല്ലേ? അപ്പം ഞാൻ കണക്റ്റഡ് ആണെങ്കിൽ എന്നിൽ നിന്ന് പോയ അറിയാം അല്ലേ? എന്നിൽ നിന്ന് കണക്ട് ചെയ്താൽ വരുമ്പോഴും എനിക്കറിയാം, പോകുമ്പോഴും എനിക്കറിയാം. എന്നിൽ കണക്ട് ചെയ്താലേ വരുമ്പോഴും എനിക്കറിയാം, പോകുമ്പോഴും എനിക്കറിയാം. കമോൺ, മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് കണക്ട് ചെയ്താട്ടെ. പ്രവചനം വരുമ്പോൾ നിനക്കറിയാമെന്ന്, ദൂത് വരുമ്പോൾ നിനക്കറിയാമെന്ന്, ദർശനം വരുമ്പോൾ നിനക്കറിയാമെന്ന്. അതേപോലെ തന്നെ ഓ എക്സാക്ട്ലി ഇൻ സെയിം മാനർ നീ ഒരുങ്ങി കാണത്തില്ല, നീ പ്രാർത്ഥിച്ച് കാണത്തില്ല, നീ പ്രതീക്ഷിച്ച് കാണത്തില്ല. കർത്താവേ, നീ പ്രതീക്ഷിച്ചില്ല കർത്താവേ. എന്നാൽ യേശുവിനേക്കാൾ പ്രതീക്ഷയുള്ള ഒരു സ്ത്രീ ആ ക്രൗഡിൽ ഉണ്ടായിരുന്നു. യേശുവിനേക്കാൾ പ്രതീക്ഷയുള്ള ഒരു സ്ത്രീ ആ ക്രൗഡിൽ ഉണ്ടായിരുന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് കേൾക്കുമ്പോൾ പ്രതീക്ഷയോടെ തൊടുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രതീക്ഷയോടെ ആരാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രതീക്ഷയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നീ പ്രതീക്ഷയോടെ ആരാധിക്കുമെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുമുണ്ട്. കമാൻ കമാൻ കമാൻ. പ്രതീക്ഷയുടെ ആരാധന ഉയരട്ടെ. ആ കുഞ്ഞിന്റെ സ്ഥിതി വ്യത്യാസമാകും, ആ ഭാവി അത് വ്യത്യാസമാകും, ദേശത്തിന്റെ അവസ്ഥ വ്യത്യാസമാകും, എന്റെ സഭയുടെ അനുഭവം വ്യത്യാസമാകും, എന്റെ ശുശ്രൂഷ വ്യത്യാസമാകും. യേശുവിന്റെ നാമത്തിൽ രണ്ട് കരങ്ങൾ ഉയർത്തി പറ, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രിവാൻഡ്രം ശംഖുമുഖത്ത് ഒരു വിമാനം ഇതാ വട്ടമിട്ട് കറങ്ങുകയാണ്. ആ പൈലറ്റിനോട് ഞാൻ ചോദിച്ചു, സാറേ എന്താ ഇറങ്ങാത്തത്? അത് സുരേഷേ, റൺവേയിൽ മുഴുവൻ സ്തോത്രം വെള്ളം കയറി കിടക്കുക. വെള്ളം കയറി കിടക്കുന്ന റൺവേ ആണെങ്കിൽ പ്രതീക്ഷയില്ലാത്ത എയർപോർട്ടാണ്. എന്നാൽ റൺവേ ഒരുങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പേര് പ്രതീക്ഷയാണ്. എവിടെയാണോ പ്രതീക്ഷയുള്ളത് അവിടെയാണ് അനുഗ്രഹങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. എവിടെയാണോ പ്രതീക്ഷയുള്ളത് അവിടെയാണോ വിടുതൽ ലാൻഡ് ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ചിലത് നിന്റെ ജീവിതത്തിലേക്ക് ലാൻഡ് ചെയ്തിറങ്ങട്ടെ.
In Jesus' name. അവൻ അറിഞ്ഞ് സ്തോത്രം എന്നിൽ നിന്ന് ആരാണ്ട് സ്തോത്രം അതെ എൻ ക്യാഷ് എന്നിൽ നിന്ന് ആരാണ്ട് ഇതാ സ്തോത്രം ശക്തി അനുഭവിച്ച് അവൻ ചുറ്റും തിരിഞ്ഞു നോക്കി. തിരുവചനം പറയുന്നു രണ്ട് കാര്യത്തോടെയാണ് അവൾ വന്നത്. ഏറ്റവും പാരവശ്യത്തിൽ നിറഞ്ഞ സ്ത്രീ, നിങ്ങളുടെ ബൈബിളിൽ പറയുന്നു ഏറ്റവും പാരവശ്യത്തിൽ നിറഞ്ഞതായ സ്ത്രീ. ഒന്നവൾക്ക് മനസ്സിലുള്ളത് പാരവശ്യം, രണ്ടവൾക്ക് ശരീരത്തിലുള്ളത് രോഗവും. മനസ്സിന്റെ പാരവശ്യവും ശരീരത്തിന്റെ രോഗവും, മനസ്സിന്റെ പാരവശ്യവും ശരീരത്തിന്റെ രോഗവും രണ്ട് കാര്യം കൊണ്ടുവന്നാണ് അവൾ ഈ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടത്. എന്നാൽ രണ്ട് കാര്യം കൊണ്ടുവന്ന് തൊട്ടവൾക്ക് കർത്താവ് 3 വിടുതലാണ് അവൾക്കായി കൊടുത്തത്. രണ്ട് കാര്യം കൊണ്ടുവന്ന് രണ്ട് വിഷയവുമായി ഈ സ്തോത്രം പ്രയർ ഷാളിൽ തലീതിൽ, ഞാൻ അങ്ങനെ പറയട്ടെ, തലീതിൽ. എല്ലാവരും പറ എന്താ എൻ്റെ എബ്രായ പദമാണ് തലീതിൽ. സ്തോത്രം അതെ അവൾ പിടിക്കുമ്പോൾ രണ്ട് കാര്യവുമായി അവൾ അതിനെ തൊട്ടു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എങ്കിലും തൊട്ടാൽ രണ്ട് കാര്യമായി അവൾ തൊട്ടു. ഒന്ന് പാരവശ്യം, മറ്റൊന്ന് രോഗം. രണ്ട് കാര്യമായി തൊട്ടപ്പോൾ ശക്തി വ്യാപരിച്ചു. യേശു തിരിഞ്ഞു. ഇന്ന് പകൽക്കാലം പ്രതീക്ഷിക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് തിരിയുകയാണ്. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച the chairman of the entire universe, അവൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ട് അവൻ നിന്നിലേക്ക് തിരിഞ്ഞിട്ട് നീ ചോദിക്കുന്നതിനേക്കാൾ നിനക്കുന്നതിനേക്കാൾ 3 കാര്യം നിനക്കായി അവൻ ചെയ്യുന്നു. ഒന്ന്, ആകയാൽ മകളെ സമാധാനത്തോട് പോയി. ഒന്ന്, സമാധാനത്തോട് പോയി. പറ, സമാധാനത്തോട് പോയി. നമ്പർ 2, 2 പറ, ബാധ ഒഴിഞ്ഞ്. രണ്ടാമത് എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണ് ബാധ ഒഴിഞ്ഞ്? ബാധ ഒഴിഞ്ഞ്. 12 വർഷമായി നിനക്ക് സ്വസ്ഥതയില്ല. 12 വർഷമായി നീ രോഗിയാണ്. 144 മാസമായി, 624 ആഴ്ചയായി നിനക്ക് സ്വസ്ഥതയില്ല. സമാധാനത്തോട് പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. സമാധാനത്തോട് പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഹല്ലേലൂയ. അവൾ ആ യാത്രയിൽ ഇതാ കർത്താവിനെ പിന്തുടരുന്നു. എനിക്ക് നേരെയല്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തട്ടെ. അവിടുത്തെ അത്ഭുതം പ്രാപിച്ച് യേശുവിനെ പിന്തുടരുകയാണ്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന 2 പാട്ട് പാടി തിരിച്ചു പോകുന്നതല്ല. അത്ഭുതം പ്രാപിച്ച് വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോകുന്നതല്ല. യേശുവിനെ ഫോളോ ചെയ്യുന്നതാണ്, യേശുവിനെ പിന്തുടരുന്നതാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, യേശുവിനെ പിന്തുടർന്നാട്ടെ, യേശുവിനെ പിന്തുടർന്നാട്ടെ. ബൈബിൾ വായിക്കണം. സ്തോത്രം. യേശുവിനെ പിന്തുടരാൻ ബൈബിൾ വായിക്കണം. 2, യേശുവിനോട് സംസാരിക്കണം അഥവാ പ്രാർത്ഥിക്കണം. നമ്പർ 3, യേശുവിനെ പിന്തുടരാൻ നിനക്ക് ലോക്കൽ ചർച്ച് ആവശ്യമാണ്. ചർച്ചില്ലെങ്കിൽ നീ കരിക്കട്ടയായി പോകും. സഭയില്ലെങ്കിൽ കൂട്ടായ്മയില്ലെങ്കിൽ നീ എത്ര വലിയവരെങ്കിലും കരിക്കട്ടയായി പോകും. അതുകൊണ്ട് നിനക്ക് ബൈബിൾ വായിക്കണം. 2, പ്രാർത്ഥിക്കണം. സ്തോത്രം. 3, നിനക്ക് ലോക്കൽ ഒരു കോൺഗ്രിഗേഷൻ, ഒരു ചർച്ച് നിനക്ക് വേണം. നീ ആത്മീയമായി വളരുവാൻ അവർ യേശുവിലെ അവൾ പിന്തുടരുകയാണ്. സ്തോത്രം. അത്ഭുതമുണ്ട് സഹോദരങ്ങളെ. ഒരു മിഷണറി കുടുംബത്തെ കുറിച്ച് പറഞ്ഞ് സ്തോത്രം നമുക്ക് അവസാനമായി പ്രാർത്ഥിക്കുക. അതെ, സാംബിയ എന്നറിയപ്പെടുന്നതായ സ്ഥലത്ത് ഒരു മിഷണറി കോങ്കോയിൽ നിന്ന് വളരെ പെട്ടെന്ന് മാറേണ്ടി വന്നു. കാരണം കോങ്കോ സ്തോത്രം എന്ന രാജ്യത്തിൽ ഭയങ്കര ആഭ്യന്തര കലാപവും യുദ്ധവും നടക്കുകയാണ്. അതേ നേരെ സാംബിയയിൽ വന്നു. മുഴുവൻ സാധനങ്ങളും സ്തോത്രം കോങ്കോയിൽ കിടക്കുകയാണ്. തൻ്റെ വീട്, തനിക്ക് ആവശ്യമുള്ളതായ ഫർണിച്ചേഴ്സ് എല്ലാം സ്തോത്രം അത് കോങ്കോയിൽ കിടക്കുകയാണ്. കോങ്കോ യുദ്ധമാണ്, ചെന്നെടുക്കാൻ പറ്റത്തില്ല. മിഷണറിയും തൻ്റെ ഭാര്യയും തൻ്റെ 3 കുട്ടികളുമായി സ്തോത്രം സാംബിയയിൽ കടന്നു വന്നു. തൻ്റെ 3 കുട്ടികൾ സ്തോത്രം അതെ ഒരു ദിവസം ആ മിഷണറിയും തൻ്റെ ഭാര്യയും അടുത്ത ഗ്രാമത്തിൽ ഒരു ചേർച്ചിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി. പക്ഷേ അവരെ പ്രാർത്ഥിക്കുമ്പോൾ അവർ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ സാധനവും അതെ കോങ്കോയിലാണ് കിടക്കുന്നത്. ഞങ്ങളുടെ വീട് മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരു ഫർണിച്ചർ പോലുമില്ല, ഒരു റെഫ്രിജറേറ്റർ പോലുമില്ല. സ്തോത്രം, ഒരു നല്ല അടുപ്പ് പോലുമില്ല. കർത്താവേ, നീ ഞങ്ങളെ കരുതണമേ. അവർ ആ മീറ്റിങ്ങിന് വേണ്ടി പോകുമ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു പടുകൂറ്റൻ ഒരു ഭയങ്കര ട്രക്ക് വന്ന് ആ വീടിൻ്റെ മുൻപിൽ നിന്നു. ആ ട്രക്കിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടി വന്നിട്ട് ചോദിച്ചു, റെവറൻഡ് സോ ആൻഡ് സോ, ഇന്ന ആള്, ഇന്ന ദൈവദാസൻ പ്രാർത്ഥിക്കുന്ന താമസിക്കുന്ന സ്ഥലമല്ലേ ഇത്? റെവറൻഡ് ഇന്ന ആള് താമസിക്കുന്ന ഇടമല്ലേ? ആ പെൺകുട്ടി 15 വയസ്സ് പ്രായമുള്ള മൂത്ത മോൾ പറഞ്ഞു, അതെ, അതെൻ്റെ അപ്പനാണ്, ഞങ്ങൾ താമസിക്കുന്നത് ഈ വീട്ടിലാണ്. അപ്പോൾ സ്തോത്രം. ആ പുള്ളിക്കാരൻ പറഞ്ഞു, ആ ട്രക്കിൽ നിന്ന് ഇറങ്ങി വന്ന ആൾ പറഞ്ഞു, ഇവിടെ സൈൻ ചെയ്താൽ മതി.
അവൾ അവിടെ സൈൻ ചെയ്തു. എന്തിനാ? ഏത് കാര്യത്തിന് അറിയത്തില്ല. അവൾ അവിടെ സ്തോത്രം സൈൻ ചെയ്ത ഉടനെ ബലിഷ്ഠരായ 4-5 പേർ ആ ട്രക്കിൽ നിന്ന് ചാടി ഇറങ്ങി. ആ ട്രക്കിനെ അങ്ങ് തുറന്നപ്പോൾ അവൾ കണ്ടു, സ്തോത്രം, എൻ്റെ കർത്താവേ, ഇതാ സോഫ വരികയാണ് വീട്ടിലേക്ക്. അവരെടുത്തിട്ട് വരിക, സോഫ കൊണ്ടുവരിക, ഇതാ കസേര കൊണ്ടുവരികയാണ്, ഇതാ ഡൈനിങ് ടേബിൾ വരികയാണ്, അതിന് ചുറ്റുമിടുന്നതായ 6 ഡൈനിങ് ചെയർ വരികയാണ്, റെഫ്രിജറേറ്റർ വരികയാണ്, നല്ല പുതുപുത്തൻ സ്റ്റൗ വരികയാണ്, കെറ്റിൽ വരികയാണ്, സ്തോത്രം, അലമാര കടന്നു വരികയാണ്. ആ വീട് മുഴുവൻ നിറച്ചു. ആ വീട് മുഴുവൻ ഫർണിച്ചറാൽ നിറഞ്ഞ് അപ്പനും അമ്മയും ശുശ്രൂഷിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ വീട് മുഴുവൻ ഫർണിച്ചറാൽ നിറഞ്ഞിരിക്കുക. ഇന്ന് പകൽക്കാലം ബ്രദർ സുരേഷ് ബാബുവിന് പറയാനുള്ളത്, ഹീലിംഗ് പോലെ ഒരു ഫീലിംഗ് മാത്രമല്ല, ഏതോ ശാരീരിക രോഗം മാത്രമല്ല നടക്കുന്നത്. വിവിധ ക്രമത്തിലുള്ള അത്ഭുതം എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. വിവിധ അത്ഭുതങ്ങൾ പറഞ്ഞാട്ടെ, എല്ലാ തരത്തിലുള്ള അത്ഭുതം. അവനൊരു പെട്ടിക്കടയല്ല, അവനൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അത്രേ. മാതാപിതാക്കൾ സ്തോത്രം ആ ചർച്ചിൽ പ്രസംഗിച്ചിട്ട് വൈകിട്ട് കടന്നു വന്നപ്പോൾ തിരിച്ചറിവാൻ കഴിയാത്ത രീതിയിൽ ആ വീട് മുഴുവൻ ഫർണിച്ചർ കൊണ്ട്, സാധനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ മോളെ വിളിച്ചു ചോദിച്ചു, കുഞ്ഞേ ഇതെന്താണ്? അവൾ പറഞ്ഞു, ഞാനൊന്ന് സൈൻ ചെയ്തതേ ഉള്ളൂ, എൻ്റെ വീട് നിറഞ്ഞ. ഞാനൊന്ന് സൈൻ ചെയ്തതേ ഉള്ളൂ, നമ്മുടെ വീട് നിറഞ്ഞ. ഈ അന്തരീക്ഷത്തിൽ ഒന്ന് സൈൻ ചെയ്യാമോ? കമാൺ, ഹല്ലേലൂയ. ഈ അന്തരീക്ഷത്തിൽ ഒന്ന് സൈൻ ചെയ്താട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഈ അന്തരീക്ഷത്തിൽ ഒന്ന് സൈൻ ചെയ്താട്ടെ. ഒരു സെക്കൻഡ്, എൻ്റെ സൈൻ അല്പം ലോങ് ആണ്. ഹല്ലേലൂയ. അന്തരീക്ഷത്തിൽ ഒന്ന് സൈൻ ചെയ്താട്ടെ. എന്താണ് നീ സൈൻ ചെയ്യുന്നത്? അത് നാളെ നിന്റേതായി തീരും. എന്താണ് നീ സൈൻ ചെയ്യുന്നത്? യേശുവിൻ്റെ നാമത്തിൽ അത് നാളെ നിന്റേതായി തീരും. നീ കൊടുക്കാനാണ് പലതും സൈൻ ചെയ്തെങ്കിൽ, പ്രവചനമാണ്, നീ കൊടുക്കാനാണ് നീ സൈൻ ചെയ്തതെങ്കിൽ, ഇനി മറ്റൊരു സൈൻ കൂടെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിന്റെ മേലിടുന്നു. മേടിക്കുവാനുള്ള ഒരു സൈൻ, അതിനു വേണ്ടി കൂടെ നിന്റെ പേനയിൽ മഷി നിറയട്ടെ. നഷ്ടപ്പെടുവാൻ നീ സൈൻ ചെയ്തെങ്കിൽ, നഷ്ടപ്പെട്ടത് 7 മടങ്ങായി തിരികെ കിട്ടുവാൻ ദൈവത്തിന്റെ കൃപയാൽ നീ സൈൻ ചെയ്തോട്ടെ. നീ ഇപ്പൊ കണ്ട അത്ഭുതം മാത്രമല്ല, പ്രാർത്ഥനയിൽ പൊതിയുന്നു. ഇനിയും അത്ഭുതമുണ്ട്. എൻ്റെ നേരം പോയി. സ്തോത്രം. തിരുവചനം പറയുന്നു, യായിറോസിൻ്റെ വീട്ടിൽ അവൻ പോയപ്പോൾ സ്തോത്രം, കർത്താവ് കണ്ടത് കരയുന്ന, വെറുതെ അയ്യോ എൻ്റെ കുഞ്ഞു പോയേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കൂട്ടരും, സ്തോത്രം, അതേ പരിഹസിക്കുന്ന വേറൊരു കൂട്ടരും. ബാല ഉറങ്ങിയത്രേ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പരിഹസിക്കുന്ന ഒരു കൂട്ടരും, എൻ്റെ കുഞ്ഞ് പോയേ എന്ന് പറഞ്ഞ്, നമ്മൾ നല്ല കൊച്ചു പോയേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കൂട്ടരും. ഇത് സ്തോത്രം, അങ്ങനെയുള്ള കരച്ചിലുള്ള ആൾക്കാരുണ്ട്. സ്തോത്രം. ബ്രദർ സുരേഷ് ബാബു ചത്തു എന്നറിയുമ്പോൾ കരയാൻ കാത്തിരിക്കുന്നവർ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ സ്തോത്രം വളരെ കറക്റ്റായിട്ട് പറയട്ടെ, ഈ മനുഷ്യന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നേരമില്ലാത്ത ഈ സ്തോത്രം കരയുന്ന ഒരു കൂട്ടർ, അവർ കരയുന്നത് സാഹചര്യം നോക്കിയാണ് കരയുന്നത്. സാഹചര്യം നോക്കി കരയുന്നവരുടെ മുൻപിൽ യേശുവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയത്തില്ല. അവരെ പുറത്താക്ക്, പരിഹാസികളെയും പുറത്താക്ക്, സാഹചര്യം കാണുന്നവരെ പുറത്താക്ക്. സ്തോത്രം. അതേ പരിഹാസികളെ പുറത്താക്ക്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, മാതാപിതാക്കൾ, വിശ്വസിക്കുന്നവരെ മാത്രം അകത്താക്ക്. നിന്റെ ചുറ്റും നിൽക്കുന്നവർ നിന്നെ തണുപ്പിക്കുന്നവരല്ല, തകർക്കുന്നവരല്ല, പകരം നിന്നെ പണിയുന്നവരാകട്ടെ നിന്റെ ചുറ്റും നിൽക്കുന്നവർ. അത്ഭുതത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നിന്റെ വീട്ടിൽ ഉണ്ടാകുവാൻ. നെഗറ്റീവ് പീപ്പിൾ അല്ല നിനക്ക് വേണ്ടിയത്. നീ ക്രിയേറ്റ് ചെയ്യേണ്ടത് നെഗറ്റീവ് അത്ഭുതങ്ങളല്ല, നീ പ്രതീക്ഷിക്കേണ്ടത് സ്തോത്രം, അതെ പോസിറ്റീവ് സ്തോത്രം പീപ്പിൾ നിന്റെ ചുറ്റുമുണ്ടെങ്കിൽ നീ ജീവിക്കുന്നത് പോസിറ്റീവ് അത്ഭുതമായിരിക്കുക. സോ നമ്മുടെ വിഷയം ഇതാണ്. മർക്കോസ് 5:40 വായിക്കുമ്പോൾ അവൻ എല്ലാവരെയും പുറത്താക്കി. 40 വാക്യം, അവൻ എല്ലാവരെയും പുറത്താക്കി. ഈ കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെ കൂട്ടിക്കൊണ്ട് കിടക്കുന്ന അടുത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ച് ബാലേ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത കുമി എന്ന് അവളോട് പറഞ്ഞു. സ്തോത്രം. ആക്ച്വലി നോക്ക്, ഇത് മാർക്കോസ് എഴുതിയിരിക്കുന്നത് സ്തോത്രം അതേ ഗ്രീക്കിലാണ്. പത്രോസ് പറഞ്ഞു കൊടുത്തിട്ട് മാർക്കോസ് എഴുതിയിരിക്കുകയാണ്. സ്തോത്രം. വേറെ പല സുവിശേഷങ്ങൾ ഇത് കാണുവാൻ കഴിയത്തില്ല. പക്ഷെ ദൃക്സാക്ഷിയാകുന്നതായ പത്രോസ് ഇത് കണ്ടു നിൽക്കുകയാണ്. എന്നിട്ട് സ്തോത്രം പത്രോസ് വർഷങ്ങൾക്ക് ശേഷം ജോൺ മാർക്കോസിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഹേ മാർക്ക്, ജോൺ മാർക്കേ, മാർക്കോസേ, ഞാൻ കണ്ടിട്ട് നിൽക്കാടാ. തലീത കുമി. ഇതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും. സ്തോത്രം. അത് തലീത കുമി എന്ന് ഇന്റർനെറ്റിൽ നിങ്ങൾ പരതുമ്പോൾ, ജൂയിഷ് വേർഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ ഒറിജിനൽ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ബാലയുടെ കൈക്ക് അവൻ പിടിച്ചു. അർത്ഥം സ്തോത്രം, കർത്താവ് യേശു ക്രിസ്തു പിടിക്കുമ്പോൾ നേരത്തെ മറ്റവള് പിടിച്ചതായ വസ്ത്രത്തിന്റെ തൊങ്ങലുണ്ടല്ലോ,
ഒരിക്കൽ കൂടെ, നേരത്തെ സ്തോത്രം അവൾ പിടിച്ച വസ്ത്രത്തിന്റെ തൊങ്ങലുണ്ടല്ലോ, കേക്ക്. നേരത്തെ ആ രക്തസ്രവക്കാരി പിടിച്ച ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഈ കുട്ടിയുടെ കയ്യിലേക്ക് തിരികെ വച്ചിട്ട് കർത്താവ് ഇപ്രകാരം പറയുകയാണ്, എൻ്റെ തലീത്തിലേക്ക് നീ എഴുന്നേറ്റ് വാ. എൻ്റെ തലീത്തിലേക്ക്, തലീത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രയർ ഷോൾ, അതാണ് തലീത കുമി. എൻ്റെ പ്രയർ ഷോളിലേക്ക്, എൻ്റെ പ്രാർത്ഥന നിമിത്തം നീ ഒന്ന് എഴുന്നേറ്റ് വന്നോട്ടെ. പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും എന്നെ കേൾക്കുന്നെങ്കിൽ യേശു കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നീ പ്രാർത്ഥിച്ച വിഷയത്തിൽ ഒരു എഴുന്നേൽപ്പ് ഞാൻ കൽപ്പിപ്പാൻ പോകുന്നു. നീ പ്രാർത്ഥിച്ച വ്യക്തികളിൽ ഒരു എഴുന്നേൽപ്പ് ഞാൻ കൽപ്പിപ്പാൻ വേണ്ടി പോകുന്നു. വഴിയിൽ അല്പം ഡിലേ എന്ന് നിനക്ക് തോന്നിക്കാണും, വഴിയിൽ സ്തോത്രം അല്പം കാലതാമസം വന്നു എന്ന് നിനക്ക് തോന്നുണ്ടായിരിക്കും. പക്ഷേ കർത്താവ് പറയുന്നു, തലീത കുമി, ബാലേ എഴുന്നേൽക്ക. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ആരാണോ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു എഴുന്നേൽപ്പുണ്ട്. ഏത് വീട്ടിലാണോ പ്രാർത്ഥനയുള്ളത്, ആ വീട്ടിന് ദൈവത്തിന്റെ കൃപയാൽ ഒരു എഴുന്നേൽപ്പുണ്ട്. ഏത് വ്യക്തികളാണോ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു എഴുന്നേൽപ്പുണ്ട്. ശാപങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, തകർച്ചകളിൽ നിന്ന് സ്തോത്രം പണിയിലേക്ക്, തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഒരു എഴുന്നേൽപ്പ് ഇന്ന് പകൽ കർത്താവ് കൽപ്പിക്കുകയാണ്. ഇൻ ജീസസ് നെയിം സംഭവിക്കട്ടെ കർത്താവേ, സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് എഴുന്നേൽപ്പുണ്ടാകട്ടെ. ഇനി രക്ഷയില്ല എന്ന് പറയുന്ന വ്യക്തികളുടെ മുൻപിൽ, ഇനി രക്ഷയില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളില്, ഇനി രക്ഷയില്ല എന്ന് പറയുന്നതായ വിഷയങ്ങളില് ദൈവമായ കർത്താവ് ഒരു എഴുന്നേൽപ്പ് കൽപ്പിക്കട്ടെ. ഇൻ ജീസസ് നെയിം. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്ന നല്ല ദൈവമേ സ്തോത്ര, നല്ല ദൈവമേ സ്തോത്ര. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിനെ സ്തുതിച്ചാട്. ആരാധിക്കേണ്ടവർ ആരാധിച്ചാട്. ഹല്ലേലൂയ. സ്തുതിക്കേണ്ടവർ സ്തുതിച്ചാട്. താങ്ക് യു ലോർഡ്. ബാലേ എഴുന്നേൽക്കുക, ബാലേ എഴുന്നേൽക്ക, ബാലേ എഴുന്നേൽക്ക. ആ ബാലന്മാർ എഴുന്നേൽക്കട്ടെ, ആ ബാലികമാർ എഴുന്നേൽക്കട്ടെ. സഭയുടെ ആത്മീയാനുഭവത്തിന് എഴുന്നേൽപ്പുണ്ടാകട്ടെ. ശുശ്രൂഷകളെ ആത്മീയാനുഭവങ്ങൾക്ക് എഴുന്നേൽപ്പുണ്ടാകട്ടെ. ചത്ത് കിടക്കുന്ന സകല അനുഭവങ്ങൾ മാറി ദൈവത്തിന്റെ ജീവൻ, ദൈവിക സമൃദ്ധിയായ ജീവൻ എഴുന്നേൽക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എവിടെയാണ് ഒരു ചലനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എവിടെയാണ് ഒരു വിടുതൽ പ്രതീക്ഷിക്കുന്നത്, അതിനെ ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാടെ. ഓ പുനരുദ്ധാനവും ജീവനും ദൈവത്തിന്റെ ശക്തി ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ആ വിഷയങ്ങളിൽ വെളിപ്പെടട്ടെ. ബാലേ എഴുന്നേൽക്ക. ഹല്ലേലൂയ ജീസസ്. അന്ന് ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് ആ കുടുംബങ്ങളെ നോക്കി പറയട്ടെ, നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്. നിന്നെ കിടത്തിയ വിഷയങ്ങളിൽ, നിന്നെ ഇരുത്തിയ വിഷയങ്ങളിൽ നിന്ന് നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്. സ്തോത്രം. ഇൻ ജീസസ് നെയിം. എന്നും നിരാശകളല്ല, എന്നും ഡിസപ്പോയിന്റ്മെന്റ് അല്ല. ഡിസപ്പോയിന്റ്മെന്റ് കണ്ടവർ പുതിയ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഒരുങ്ങട്ടെ. ഡിസപ്പോയിന്റ്മെന്റ് കണ്ടവർ പുതിയ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഒരുങ്ങട്ടെ. ഹല്ലേലൂയ. തിന്മയുടെ സ്റ്റോറി കണ്ടവർ ഒരു പുതിയ ഗ്ലോറിക്കായി ഒരുങ്ങട്ടെ. തിന്മയുടെ സ്റ്റോറി അനുഭവിച്ചവർ, തിന്മയുടെ സ്റ്റോറി അനുഭവിച്ചവർ പുതിയ ഗ്ലോറിക്കായി ഒരുങ്ങട്ടെ. ഒരു ബ്രേക്ക് ഡൗണിലേക്ക് നടത്തപ്പെട്ടവർ, ഓ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ഡൗണിലേക്ക് നടത്തപ്പെട്ടവർ ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി ഒരുങ്ങട്ടെ. ഓ ബ്രേക്ക് ഡൗണിലേക്ക് ഒരുങ്ങപ്പെട്ടവർ, ബ്രേക്ക് ഡൗൺ കണ്ടവർ ഒരു ബ്രേക്ക് ത്രൂവിലേക്ക് നടത്തപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരു ടെസ്റ്റിലൂടെ കടന്നു പോകുന്നവർ ഒരു ടെസ്റ്റിമണിയായി തീരട്ടെ. ഒരു ടെസ്റ്റിലൂടെ പോകുന്നവർ ഒരു ടെസ്റ്റിമണി ആയി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ശബ്ദമുയർത്തി ആരാധിക്കുക. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാ ബ്രേക്ക് ഡൗണും ബ്രേക്ക് ത്രൂ ആകട്ടെ. എല്ലാ സ്റ്റോറിയും ഗ്ലോറി ആകട്ടെ. എല്ലാ ഡിസപ്പോയിന്റ്മെന്റും സ്തോത്രം അപ്പോയിന്റ്മെന്റ്സ് ആകട്ടെ. എല്ലാ ടെസ്റ്റും ടെസ്റ്റ് മണിയാകട്ടെ. എല്ലാ മെസ്സി സിറ്റുവേഷനും മെസ്സേജായി രൂപാന്തരപ്പെടട്ടെ. എല്ലാ കുത്തുവിട്ട പുസ്തകം പോലെ തകർന്നു കിടക്കുന്ന മെസ്സി സിറ്റുവേഷൻ പുതിയ അധ്യായമായി തീരട്ടെ. എല്ലാ ഫുൾ സ്റ്റോപ്പും പുതിയ ചാപ്റ്ററുകളാകട്ടെ. എല്ലാ ഫുൾ സ്റ്റോപ്പുകളും പുതിയ ചാപ്റ്ററുകളാകട്ടെ. പ്രാർത്ഥനയിൽ പൊതിഞ്ഞോട്ടെ, പ്രാർത്ഥനയിൽ പൊതിഞ്ഞോട്ടെ, പ്രാർത്ഥനയിൽ പൊതിഞ്ഞോട്ടെ. സ്തുതിയിലും ആരാധനയിലെയും പ്രാർത്ഥനയുടെയും ശബ്ദം യേശുവിന്റെ നാമത്തിൽ ഉയരപ്പെടട്ടെ. നന്ദി കർത്താവേ,
നന്ദി കർത്താവേ. നിന്റെ ജനത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. 12ാമത്തെ വയസ്സ് മുതൽ പ്രയർ ഷോൾ യഹൂദ കുട്ടികളുടെ തോളത്ത് വീഴുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ ഷോൾ, പ്രാർത്ഥനയുടെ പുതപ്പ് ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ മേൽ വീഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആ വീട്ടിലുള്ള എല്ലാവരും പരസ്പരം നിങ്ങളുടെ തോളത്തെ കരങ്ങളെ വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാണ്. കീപ് യുവർ ഹാൻഡ്സ് അപ്പോൺ യുവർ ഷോൾഡേഴ്സ് ഇൻ ജീസസ് നെയിം. കുഞ്ഞിന്റെ തോളത്തെ നിങ്ങളുടെ കരങ്ങളെ വെച്ചാണ്. യേശുവിന്റെ നാമത്തിൽ എൻ്റെ തോളത്ത് കിടക്കുന്നത് പ്രാർത്ഥനയാണ്. എൻ്റെ തോളത്ത് കിടക്കുന്നത് ദൈവിക ഉത്തരവാദിത്വമാണ്. നിന്റെ തോളത്തിരിക്കുന്ന ബാക്കിയുള്ള സകല തിന്മകൾ വിട്ടുപോകട്ടെ. നിന്റെ തോളത്തിരിക്കുന്നതായ നുകങ്ങൾ ഉടയട്ടെ. നിന്റെ തോളത്തിരിക്കുന്ന പിശാചിന്റെ നുകങ്ങൾ ഉടയട്ടെ. നിന്റെ തോളത്ത് നീ ചുവന്ന് നടക്കുന്ന ശാപങ്ങൾ തകരട്ടെ. നിന്നെ കുരിച്ചു വച്ചിരിക്കുന്ന, നിന്റെ തോളത്ത് നിന്നെ കുടിച്ചു വെച്ചിരിക്കുന്ന സകല സ്തോത്രം പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഉടഞ്ഞു മാറട്ടെ. പ്രാർത്ഥിക്കുക. താങ്ക് യു ജീസസ്. അപ്പനും അമ്മയും ആ കുഞ്ഞന്മേൽ സ്തോത്രം എൻ്റെ തോള് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. ആ പിതാവിനെ സ്തോത്രം, ആ പിതാവിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. മാതാവിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ മറയുകയാണ്. പ്രാർത്ഥനയെ ഞങ്ങൾ മറയുകയാണ്. അഭിഷേകം ഒഴുകുന്ന അഹരോന്റെ സ്തോത്രം വസ്ത്രത്തിലേക്ക് അഭിഷേകം ഒഴുകിയതുപോലെ ദൈവത്തിൻ്റെ അഭിഷേകം ഈ പ്രാർത്ഥനാ സമയത്ത് ഒഴുകുന്നു. ഇൻ ജീസസ് നെയിം ഒഴുകുന്നു in Jesus name. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പുതിയൊരളവ് നിറയട്ടെ. രൂത്തിന്റെ വസ്ത്രത്തിൽ പുതിയൊരളവ് സ്തോത്രം ബോവസ് നിറച്ചതുപോലെ പുതിയൊരളവ് ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നിറയുമാറാകട്ടെ. ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവ്. അങ്ങനെ തന്നെ കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. കഴുകൻ ചിറകുകൾ ഇൻ ജീസസ് നെയിം. കഴുകൻ ചിറകുകൾ, പുതിയ ഉയരങ്ങൾ കീഴടക്കുവാൻ കഴുകൻ ചിറകുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ എല്ലാവരും പറയണം, ഈ തോളത്ത് ദൈവഹിതമില്ലാത്ത വേറെ ഒന്നും ജീവിതത്തിൽ കയറല്ല. ഈ തോളത്ത് സ്തോത്രം ദൈവഹിതമില്ലാത്ത വേറെ ഒന്നും കയറല്ല. ദൈവഹിതമില്ലാത്ത ദുഃഖം, ദൈവഹിതമില്ലാത്ത ഭാരം, ദൈവഹിതമില്ലാത്ത പ്രതിസന്ധികൾ, സ്തോത്രം, അതെ ഡിസപ്പോയിന്റ്മെന്റ്സ് ഒന്നും ഈ തോളത്ത് കയറല്ല. പകരം ദൈവിക ഉത്തരവാദിത്തം മാത്രമേ ഈ തോളത്തിരിക്കാവൂ. ദൈവത്തിന്റെ ഉത്തരവാദിത്തം മാത്രമേ ഈ തോളത്തിരിക്കാവൂ. യെസ്, ഓൺലി ഡിവൈൻ റെസ്പോൺസിബിലിറ്റി. ദൈവിക ഉത്തരവാദിത്തം മാത്രമേ ഈ തോളത്തിരിക്കാവൂ. ഇല്ലാതെ നിന്നെ കുനിക്കുന്നതൊന്നും സ്തോത്രം ഈ തോളത്ത് കയറാൻ പാടില്ല. നിന്നെ സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കുന്ന ഒന്നും ഈ തോളത്ത് കയറാൻ പാടില്ല. നിന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒന്നും യേശുവിന്റെ നാമത്തിൽ ഈ തോളത്തിരിക്കാൻ പാടില്ല. ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ ലിറ്ററലി ഞാൻ കാണുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നട്ടൽ രോഗങ്ങൾ മാറുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നട്ടലിന്റെ കശേരുകൾ നേരെയാകുകയാണ്. സ്തോത്രം. അത് ഇൻവിസിബിളായി നിന്നെ കുനിഞ്ഞ് നടക്കുന്നവർ ഈ സെഷനോട് നിവർന്ന് നടക്കുവാൻ പോകുന്ന യേശുവിന്റെ നാമത്തിൽ വളഞ്ഞിരിക്കുന്ന സകലതും നേരെയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ വിടുതലായി സ്തോത്രം. പ്ലീസ് ആത്മാവിൽ ജ്വലിച്ച് പ്രാർത്ഥിക്കുക. വിടുതലിന്റെ നേരമാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാം നിരുത്സാഹത്തിന്റെ പിശാചിനെ ഭത്സിക്കുന്നു. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ every procrastination എല്ലാം നീട്ടിവെക്കൽ പരിപാടികളെ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാം നീണ്ടുപോകുന്ന അനുഭവങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാം നീണ്ടുപോകുന്ന നീട്ടിവെക്കൽ, ഡിലേ we cancel you in Jesus name. ഇതാണ് സമയം. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറ, ഇതാണ് എൻ്റെ ദിനം, ഇതാണ് എൻ്റെ സമയം, ഇതാണ് എൻ്റെ ദിനം, ഇതാണ് എൻ്റെ സമയം, ഇതാണ് എൻ്റെ ദിനം, ഇതാണ് എൻ്റെ സമയം. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. രണ്ട് കരങ്ങൾ
നിൻ മഹാ യേശുവേ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. അന്നവസ്ത്രാദി നന്മകളെ പാടുക. എണ്ണമില്ലാതെന്നെ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. മകളെ എണ്ണമില്ലാതെന്നെ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ യേശുവേ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള സകല ആൺകുട്ടികളെ പെൺകുട്ടികളെ കടത്തിണ്ണയിൽ ഇരിക്കാനുള്ളതല്ല, പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങാനുള്ളതല്ല, ബൈക്ക് റേസിനുള്ളതല്ല, ഗഞ്ചാവിനും മയക്കുമരുന്നിനുമുള്ളതല്ല, സ്തോത്രം ആൽക്കഹോളിസത്തിനുള്ളതല്ല, ജഡീക പാപത്തിനുള്ളതല്ല. പകരം തരീത കുമി എഴുന്നേറ്റ് വാ, ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വാ, ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വാ. ഇന്ന് പകൽ 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ആരാധിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രൊക്ലെയിം ചെയ്യട്ടെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കട്ടെ. ഓ ഹല്ലേലൂയ. നിന്റെ ഭവനത്തിലുള്ള ശിശു, നിന്റെ ഭവനത്തിലുള്ള കുട്ടി, സ്തോത്രം, അവൻ ഭാവിയിലെ വില്യം കേരിയാണ്, അവൻ ഭാവിയിലെ ഡേവിഡ് ലിവിൻസൺ ആണ്, അവൻ ഭാവിയിലെ സ്തോത്രം അതെ 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 സ്തോത്രം റെയ്നാഡ് ഭോങ്കിയാണ്, അവൻ ഭാവിയിലെ സ്തോത്രം പൗലൂസ് ആണ്, അവൻ ഭാവിയിലെ പത്രോസ് ആണ്. തലീത കുമി യേശുവിന്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ. ശാപങ്ങൾ തകർത്തത്, സ്തോത്രം അദ്ദേഹം മരണശക്തികൾ തകർത്തത്, ആത്മീയ മരണം തകർത്തത് മുഴുവൻ മാറിപ്പോയിട്ട് ദൈവത്തിന് കൃപയാൽ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കട്ടെ. തലീത കുമി സ്തോത്രം. യങ് ഗേൾ ഗെറ്റ് അപ്പ്. സ്തോത്രം. ബാലെ എഴുന്നേൽക്ക, ബാലെ എഴുന്നേൽക്ക. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എഴുന്നേൽക്ക. തലീത കുമി. എന്റെ തലീതിലേക്ക്, എന്റെ പ്രയർ ഷാളിലേക്ക് എഴുന്നേറ്റ് വാ, എന്റെ പ്രാർത്ഥനയിലേക്ക് എഴുന്നേറ്റ് വാ, എന്റെ പ്രാർത്ഥിച്ച ശക്തിയിലേക്ക്, ഞാൻ പ്രാർത്ഥിച്ച ശക്തിയിലേക്ക് എഴുന്നേറ്റ് വാ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. 2 കൊല്ലം കഴിയുമ്പോൾ, 5 കൊല്ലം കഴിയുമ്പോൾ, 10 കൊല്ലം കഴിയുമ്പോൾ സ്തോത്രം ഭാവിയിലെ തലമുറകളിൽ വലിയ വിടുതലുകൾ സംഭവിപ്പാൻ പോകുന്ന, വലിയ വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്ന യേശുവിന്റെ നാമത്തിൽ മാതാവേ പിതാവേ, നീ കണ്ട തീ നിന്റെ തലമുറ കാണുകയില്ല, നീ കണ്ട പെരുവെള്ളങ്ങൾ നിന്റെ തലമുറ കാണുകയില്ല, നീ കണ്ട പ്രശ്നങ്ങൾ അവർ കാണുകയില്ല, നീ കണ്ട അനാച്യ മല്ലന്മാരെ അവർ കാണുകയില്ല. പകരം നീ കാണാത്ത മഹത്വം അവർ കാണും, നീ കാണാത്ത വലിയ വിടുതലുകൾ അവർ കാണും, നീ കാണാത്ത വലിയ ആത്മീയ കൊയ്ത്ത് അവർ കാണും, നീ കാണാത്ത വലിയ ആത്മീയ ഉണർവ് അവർ ദൈവത്തിന്റെ കൃപയിൽ കാണും.